قُلْ يَا أَهْلَ الْكِتَابِ تَعَالَوْا إِلَىٰ كَلِمَةٍ سَوَاءٍ بَيْنَنَا وَبَيْنَكُمْ أَلَّا نَعْبُدَ إِلَّا اللَّهَ وَلَا نُشْرِكَ بِهِ شَيْئًا وَلَا يَتَّخِذَ بَعْضُنَا بَعْضًا أَرْبَابًا مِّن دُونِ اللَّهِ ۚ فَإِن تَوَلَّوْا فَقُولُوا اشْهَدُوا بِأَنَّا مُسْلِمُونَ. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു പ്രയാസമുള്ള വിഷയമല്ല ഇത്. പക്ഷേ ബൈബിളിന്റെ ദൈവികതയുമായി ഇത് കൂട്ടിക്കുഴച്ചിട്ട് പലപ്പോഴും മിഷനറിമാർ രക്ഷപ്പെടാറുണ്ട് എന്നുള്ളത് കൊണ്ട് രണ്ടാക്കണമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നസീറിനൊരു ഫയറിങ്ങും ഇല്ല, തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് മനസ്സിലാകാഞ്ഞിട്ടാണോ അതല്ല മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ കളിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം, ഞാൻ പറഞ്ഞ ചില പോയിന്റുകൾ മാത്രം ഞാൻ എടുത്ത് പറയാം. ഒന്ന്, ഞാനിവിടെ പറഞ്ഞത് ഏതെങ്കിലും പുസ്തകത്തിലുള്ള അബദ്ധങ്ങളല്ല. ക്രൈസ്തവ മിഷനറിമാർ ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നിൽ വളരെ സമർത്ഥമായി നടത്തുന്ന ഡിസ്റ്റോഷനാണ്. ഖുർആനിലെ വചനങ്ങളെ വെട്ടിമാറ്റിയിട്ട് ഖുർആൻ പറയാത്ത കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുന്ന ഏർപ്പാടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ എന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തു. ഇവിടെ ഞാൻ എടുത്തുദ്ധരിച്ചത് 16-ാമത്തെ അധ്യായം, പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം, സൂറത്തുൻ നഹ്ലിലെ 58-59 വചനങ്ങൾ ഉദ്ധരിച്ചിട്ട് എന്റെ ബഹുമാന്യ സുഹൃത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, പെണ്ണുങ്ങൾ, ഖുർആൻ പറയുന്നു സ്ത്രീകൾ ജനിക്കുന്നത് ഒരു അപമാനമാണ് എന്നാണ്. ഖുർആൻ അത് വിമർശിക്കുകയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്ത് വളരെ കൃത്യം ഖുർആന്റെ കോപ്പി ആർക്കും മനസ്സിലാവും. ഖുർആൻ അത് ശക്തമായി വിമർശിക്കുകയാണ്. മറ്റൊരു കാര്യം ഞാനിവിടെ പറഞ്ഞത് അതും മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു റിഫ്ലക്ഷനും അല്ല, മറിച്ച് ഇന്ന് വൈകുന്നേരം ഞാൻ സൂര്യാസ്തമയം കാണും എന്ന് ഞാൻ പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരു വിഡ്ഢിയാണ് ഞാൻ. നിങ്ങൾ പറയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ സൂര്യാസ്തമയം കാണുക തന്നെ ചെയ്യും. ഇതേപോലെ ദുൽഖർനൈൻ അവിടെ പോവുകയും ആ ദുൽഖർനൈൻ ചെളിവെള്ളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടു എന്നാണ്. ഒരു റിഫ്ലക്ഷനും ഇല്ല, ഒന്നുമില്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അതിന്റെ പ്രതിഫലനം കണ്ടു, പ്രതിബിംബം കണ്ടു എന്നെല്ലാം പല ഖുർആൻ പരിഭാഷകളിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സമുദ്രത്തിൽ ഉള്ള അതിനെ ഈ ചളിവെള്ളത്തിൽ പ്രതിഫലിച്ചു കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതെല്ലാം സത്യത്തിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാത്തോണ്ടാണെന്ന് അറിയില്ല. വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നെന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളൊരു പ്രശ്നം, പൗലോസ് എഴുതിയ ലേഖനങ്ങളെ പത്രോസ് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മളുടെ വിഷയമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം അതിലേക്ക് എടുത്തിടുന്നില്ല. യഥാർത്ഥത്തിൽ പത്രോസിന്റെ ലേഖനം എഴുതിയത് ആര് എന്നത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ വേറൊരു രസം പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഒരു ഫോട്ടോ കോപ്പിയെങ്കിലും എടുത്ത് വെച്ചുകൂടായിരുന്നോ മുഹമ്മദ് നബിക്ക് ആ തൗറാത്തിന്റെ എന്നാണ്. അന്ന് ഫോട്ടോ കോപ്പി ഇല്ല എന്നുള്ളത് ബഹുമാന്യ സുഹൃത്തിന് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. തമാശ തന്നെയാണെന്ന് അറിയാം. പക്ഷെ വിഷയങ്ങൾ പറയുമ്പോൾ ആ വിഷയങ്ങളുടെ രീതിയിൽ തന്നെ പോണല്ലോ. പിന്നെ തോറയിലെ എല്ലാ തത്വങ്ങളും
പൂർത്തീകരിക്കപ്പെട്ടതാണ് പുതിയ നിയമത്തിൽ നിന്ന്. തോറയെ നിഷേധിക്കുകയാണ് പുതിയ നിയമം ചെയ്യുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, തോറ അഥവാ ന്യായപ്രമാണം ശപിക്കപ്പെട്ടതാണ്. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുകയാണ് ക്രിസ്തു ചെയ്തത് എന്ന സിദ്ധാന്തമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നമ്മുടെ വിഷയമല്ല. പിന്നെയുള്ള ഒരു പ്രശ്നം, മനുഷ്യർ കാണാതെ പഠിച്ചതാകുമ്പോൾ അത് വേണ്ട രൂപത്തിലാവൂലെന്ന്. യേശുക്രിസ്തുവിന്റെ രചിക്കപ്പെട്ട, ഞാനിവിടെ എഴുതപ്പെട്ട പാപ്പിറസ് രേഖകളെ കുറിച്ച് പറഞ്ഞു. 200 കൊല്ലങ്ങളെങ്കിലും കഴിഞ്ഞിട്ട് എഴുതപ്പെട്ടത് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അന്ന് വരെ ക്രിസ്തുവിന്റെ വചനങ്ങൾ പോലും ഇങ്ങനെ സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടില്ല. ഖുർആന്റെ ഭാഷ, ഖുർആന്റെ രീതി ഒരു വേഴ്സറ്റൈൽ രീതിയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതൊരിക്കലും തന്നെ പെട്ടെന്ന് മാറ്റാനോ ഡിസ്റ്റോർട്ട് ചെയ്യാനോ കഴിയില്ല. ഖുർആന്റെ രീതി ഇപ്പോ ഉദാഹരണത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഖുർആനിലെ ചെറിയൊരു വചനാണ്. ഇതൊരു വേഴ്സറ്റൈൽ രീതിയാണ്. അത് മെമ്മറിയിൽ നിന്ന്, ഒരാളുടെ ഓർമ്മയിൽ നിന്ന് അടുത്ത ഓർമ്മകളിലേക്ക് സംപ്രേഷണം ചെയ്തുകൊണ്ട് അത് ഒരാളോ രണ്ടാളോ അല്ല, ആയിരക്കണക്കിന് ആളുകൾ. തീർച്ചയായും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലം നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ ജീവിതം കഴിഞ്ഞ് 1.5 കൊല്ലത്തിനകത്ത്, ആ 1.5 കൊല്ലത്തിനകത്ത് യമാമ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചപ്പോ ഖുർആൻ കാണാതെ പഠിച്ച ആളുകളുടെ എണ്ണം കുറയുന്നു. അതുകൊണ്ട് ഖുർആന് നാശം സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അവരെന്ത് ചെയ്തു? മുസാഫ് ഉണ്ടാക്കി. അതേ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ 7 ഹർഫുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഹർഫുകൾക്ക് ചില ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഓത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച്. പക്ഷെ അത് ഖുർആൻ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയിന്റെ ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ച കാര്യം തന്നെയാണത് എന്നുള്ളതാണ് സത്യം. പിന്നെ ഉസ്മാന്റെ കാലഘട്ടത്തിൽ പേഴ്സണൽ ഖുർആൻ കോപ്പികൾ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ആളുകൾ കാണാതെ അറിയുന്നൊരു കാലത്ത് വ്യക്തിപരമായ രേഖകളിൽ പരിശുദ്ധ ഖുർആൻ എഴുതുകയും, വ്യക്തിപരമായ രേഖകൾ ഖുർആൻ എഴുതുകയും, അതോടൊപ്പം തന്നെ അന്നത്തെ പാപ്പിറസ് താളികളിലും മറ്റും ഇവിടെ പറഞ്ഞതുപോലെ മരത്തിന്റെ തോലുകളിലും മറ്റുള്ള എഴുതി വെക്കുമ്പോൾ വ്യക്തിപരമായ ഖുർആൻ എന്നുള്ള നിലക്ക് അതിന് സൈഡിൽ അവരുടെ വിശദീകരണങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ച കാര്യങ്ങളും ഖുർആനായി തെറ്റിദ്ധരിക്കുവാൻ, വ്യക്തിപരമായ കോപ്പികൾ ഏതായിരുന്നാലും ഖുർആനായി തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന സാധ്യത ഇല്ലാതെയാകുവാനാണ് ഈ ഖുർആൻ കോപ്പികളെല്ലാം നശിപ്പിച്ചത് സത്യമാണ്. പക്ഷെ അവിടെ കോപ്പികൾ നശിച്ചു എന്നതല്ല, മറിച്ച് ആയിരക്കണക്കിന് ആളുകൾ അന്ന് മുതൽ ഇന്ന് വരെ പരിശുദ്ധ ഖുർആൻ ഈ വേഴ്സറ്റൈൽ സ്റ്റൈലിൽ ഒരു വചനത്തിന് ശേഷം ഒരു വചനമായി കൃത്യമായി വചനങ്ങളുടെ നമ്പർ കൃത്യമായി അറിയാവുന്ന രൂപത്തിൽ കാണാതെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് പിന്നെ ഖുർആൻ നഷ്ടപ്പെടുക? ഒരു വചനം നഷ്ടപ്പെടുന്നത് എങ്ങനെ? അതേസമയം ഇവിടെ ഉദ്ധരിക്കാനുണ്ടാകാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട വചനങ്ങൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ നിർദ്ദേശപ്രകാരം ചില വചനങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ 7 ഹർഫുകളുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഇതുണ്ടാകാം. സ്വാഭാവികം, പ്രവാചകന് പടച്ച തമ്പുരാൻ നൽകിയ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ലാതെ അതിനുശേഷം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പ്രവാചകന്റെ ജീവിതാന്ത്യത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ പൂർണ്ണമാവുകയാണ്. ഇനി എന്തിനാണ് ഈ വാദമല്ലോ? എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം അതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നേരത്തെ സംവാദത്തിൽ, തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിച്ച തൗറാത്ത് അത് അതേപോലെ കൊണ്ടുവരികയാണെങ്കിൽ ആ തൗറാത്ത് അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ് എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് തൗറാത്തിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീൽ അത് കൊണ്ടുവരികയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇഞ്ചീലിനെ കുറിച്ച് നാം സംസാരിക്കുന്നത്. മുഹമ്മദ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച പരിശുദ്ധ ഖുർആൻ അതേപോലെ കൊണ്ടുവന്നു തന്നാൽ അത് പൂർണ്ണമായും പിശാചിന്റെ വചനങ്ങളാണ് എന്നോ മനുഷ്യരെ തെറ്റിക്കാൻ വേണ്ടി വന്ന ആളുടെ വചനങ്ങളാണ് എന്നോ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്ത് സത്യസന്ധതയാണ്, എന്ത് ന്യായീകരണമാണുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബുഖാരിയെ കുറിച്ച് പറഞ്ഞു, ബുഖാരിക്ക് ഞങ്ങൾ വില കൽപ്പിക്കുന്നവരാണ്, ബുഖാരിയിലുള്ള ഹദീസുകളെല്ലാം ശരി തന്നെയാണ് എന്ന് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ ബുഖാരിയിൽ ആകെ പറഞ്ഞത് ഈ ഒരു പണി വലിയ മലമറിക്കുന്ന പണിയായി സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തോന്നിയതാണ്. തീർച്ചയായും ഇത് വലിയ പണിയായിരുന്നു.
കാരണം ഒരു വചനം പോലും നഷ്ടപ്പെടാതെ ഈ ആളുകളുടെ അടുത്ത് നിന്ന്, പലർക്കും കാണാതെ അറിയുന്ന ആളുകളുടെ അടുത്ത് നിന്നെല്ലാം ഇത് ഓതി കേട്ട് സ്വീകരിച്ച് അതോടൊപ്പം തന്നെ രേഖകൾ കൊണ്ടുവന്ന് ആ രേഖകളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കി. ചില വചനങ്ങളെ ചിലർ കാണാതെ പഠിച്ചിട്ടുള്ളൂ, മറ്റു ചില വചനങ്ങളാണ് കാണാതെ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാവരെയും ഒരു കൂട്ടി എവിടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി പ്രയാസകരമായ ജോലി തന്നെയാണ് ഏറ്റെടുത്തത്. വളരെ പ്രയാസകരമായിരുന്നു ജോലി. ഒരു ഗ്രന്ഥത്തിൽ അന്നത്തെ അവസ്ഥയിൽ ഓരോന്ന് എഴുതി രേഖപ്പെടുത്തുകയും വേണ്ടേ, ഒരു ഗ്രന്ഥത്തിൽ ഒതുക്കുക എന്നുള്ളത്. ആ പണിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ ഇത് അവിടെ ഖുർആൻ ഏതെങ്കിലും രൂപത്തിൽ പോയത് അവിടെ എവിടെയും കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കാര്യമായി ബഹുഭാര്യത്വം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും. യഥാർത്ഥത്തിൽ ബൈബിളിൽ എവിടെയും ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനമില്ല. ഒരു പുരുഷന് സ്ത്രീ ഇണ എന്നുള്ളൊരു വചനം ഒഴിച്ചു നിർത്തിയാൽ അത് ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ടതിന് തെളിവുമല്ല. എന്തുകൊണ്ടെന്നാൽ അതിനുശേഷം ഇക്കാലഘട്ടം അത്രയും ഉള്ള പ്രവാചകന്മാർ തോറയനുസരിച്ച് ജീവിച്ചവർ ബഹുഭൂരിപക്ഷത്തിനും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. സോളമനെ എതിർത്തത് അന്യജാതികളിൽപ്പെട്ട ഭാര്യമാരെ സ്വീകരിച്ചതിനാണ്, അതല്ലാതെ കൂടുതൽ ഭാര്യയെ സ്വീകരിച്ചതിനല്ല. സോളമനെ എതിർക്കുന്നത്, പ്രവാചകൻ വന്ന് എതിർക്കുന്നത് അന്യജാതികളിൽപ്പെട്ട, ബൈബിൾ തന്നെ എതിർത്ത് പറയുന്നത് അന്യജാതികളിൽപ്പെട്ട ഭാര്യമാരെ സ്വീകരിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം അന്യദേവൻ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഇനി പുതിയ നിയമത്തിൽ നിങ്ങൾ നോക്കുക, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ യേശു ക്രിസ്തു ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമ എന്താണ്? ഒരു പുരുഷന്റെയും 10 കന്യകകളുടെയും ഉപമ. ഒരു പുരുഷൻ സ്വീകരിച്ച 10 ഭാര്യമാരുടെ ഉപമ. ആ ഉപമ പറയവേ ക്രിസ്തു യേശുവിന്റെ വചനങ്ങളിലോ എവിടെയെങ്കിലും ഇതിനി ചെയ്യാൻ പാടില്ലാത്ത ഏർപ്പാടാണ് എന്ന് വിടിയില്ല, എവിടെയും വിശദീകരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കൃത്യമായ ഒരു ആചാരം അത്ര മാത്രമേ ഉള്ളൂ. അത് നിരോധിക്കപ്പെട്ടതായി എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ ബഹുഭാര്യത്വം പോളിഗമിയാണ്. സംസാരിച്ചപ്പോൾ പലപ്പോഴും പോളിത്തിസം എന്ന് പറഞ്ഞു. ആ അബദ്ധം തിരുത്തണം എന്ന് അഭ്യർത്ഥിക്കണം. അതേപോലെ എന്റെ പുസ്തകങ്ങളിൽ തെറ്റുണ്ടെന്നുള്ളത് പിന്നൊരാൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. ഞാൻ തന്നെ അംഗീകരിച്ചു. തീർച്ചയായും അംഗീകരിക്കുന്നു. എന്റെ അറിവില്ലായ്മ, എന്റെ വിവരക്കേട് എന്റെ പുസ്തകത്തിൽ ഉണ്ടാകും. പക്ഷെ ഞാൻ ക്രൈസ്തവരെ ഏതെങ്കിലും ഒരു ഉദ്ധരണി അല്ലെങ്കിൽ ബൈബിളിന്റെ ഒരു ഉദ്ധരണി, ആ ഉദ്ധരണിക്കപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും വെട്ടിമാറ്റി, അല്ലെങ്കിൽ ആ ഉദ്ധരണിയെ നടുവിൽ നിന്ന് മാത്രം കണ്ടെടുത്ത് നേരെ തിരിച്ചുള്ള അർത്ഥത്തിനു വേണ്ടി പ്രയോഗിച്ചത് എവിടെയെങ്കിലും ഏതെങ്കിലും പുസ്തകത്തിൽ കാണിക്കാൻ പറ്റുമോ? മറിച്ച് തീർച്ചയായും ഒരു ആദർശം, ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, യേശു ക്രിസ്തു ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ്, ത്രിത്വത്തിനെതിരായെന്ന് അദ്ദേഹം പറയുന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായും യേശുവിന്റെ വചനങ്ങൾ നമ്മൾ ഉദ്ധരിക്കും. അതേസമയം പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ സന്ദർഭങ്ങളിൽ നടത്തി മാറ്റുകയല്ല ചെയ്തത്. മറിച്ച് ആ വചനത്തിന് നേരെ വിപരീതാർത്ഥം, തൂണുകളൊന്നും കൂടാതെ, കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശത്തെ സൃഷ്ടിച്ചവെന്ന് പറഞ്ഞ വചനം, തൂണുകൾ കാണാത്ത തൂണുകളോടുകൂടി ആകാശത്തെ സൃഷ്ടിച്ച ഇത് എന്നാക്കി മാറ്റുക. മാത്രല്ല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ത്രീയെ പിടിക്കുവാൻ ആഗ്രഹിച്ചില്ല എന്ന് പറയുന്ന വചനം ആഗ്രഹിച്ചു എന്ന് വരുത്തി തീർക്കുക. ഇത് ചെറിയ പാതകമാണോ? അതാ ഞാൻ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ അത് മാത്രം ഉദ്ധരിക്കുന്നു എന്നല്ല. ക്രൈസ്തവ ലോകത്തിന്റെ മതപ്രബോധനത്തിന്റെ കാര്യത്തിൽ ഉള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഈ സ്റ്റാൻഡേർഡ് അല്ല നമ്മൾ കീപ്പപ്പ് ചെയ്യേണ്ടത്. ഇതൊരു അബദ്ധമല്ല, മറിച്ച് ബോധപൂർവമുള്ള മുസ്ലിങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. പിന്നെയുള്ള പ്രശ്നം തെറ്റുകളിൽ കള്ളക്കടത്ത്, അതിലെല്ലാം മുസ്ലിങ്ങളാണ് അതിന് കാരണം, ഖുർആനാണ്. തമാശ തോന്നാറുണ്ട്. ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ ബ്രിട്ടനിൽ, അതേപോലെ തന്നെ അമേരിക്കയിലെല്ലാം. ഞാൻ ഒരവസരത്തിൽ ലണ്ടനിൽ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് ബൈബിളിന്റെ ആണോ? ബൈബിളിൻ്റെതല്ല. അമേരിക്കയിലെ ന്യൂസുകൾ നമ്മൾ വായിക്കുന്നതല്ലേ, അത് ബൈബിളിൻ്റെതാണോ? അവിടെ പലരും പള്ളിയിൽ പോണ ആളുകളാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പള്ളിയിൽ പോണ ആളുകൾ. ബൈബിളാണോ അത്? ഞാൻ ഹിറ്റ്ലറെ കുറിച്ച് പറഞ്ഞ വലിയ കാര്യമായിരുന്നു. ഞാൻ ഹിറ്റ്ലറുടെ
ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഹിറ്റ്ലർ ക്രൈസ്തവനായിരുന്നു എന്നും അദ്ദേഹം സുവിശേഷങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നും, എന്നാൽ അദ്ദേഹം ഇവിടെ ബഹുമാന്യ സാറ് പറഞ്ഞതുപോലെ ഡാർവിന്റെ ഒരു ആരാധകനായിരുന്നു എന്നുമെല്ലാമുള്ള വചനങ്ങൾ ഇൻഷാ അല്ലാഹ് എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. അതല്ലല്ലോ നമ്മളുടെ ഇന്നത്തെ വിഷയം എന്നുള്ളത് കണ്ടുപോകുന്നത്. ഹിറ്റ്ലറെ വിട്ടു, മറിച്ച് ജോർജ് ബുഷിനെ എടുത്തോളൂ, ജീവിച്ചു നിൽക്കുന്ന തെളിവ്. അദ്ദേഹം പറയുന്നത് ഞാൻ ഏറ്റവും വലിയ ക്രിസ്ത്യാനിയാന്നാ, ഏറ്റവും വലിയ ക്രിസ്ത്യാനിയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അതേപോലെ കള്ളക്കടത്തുകാരൻ അവകാശപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഭീകരവാദി അവകാശപ്പെടുന്നുണ്ടാകാം. അത് ഇസ്ലാമാണ് എന്ന് പറയുന്ന അതേ സ്വരം കൊണ്ട് പറയാ മുസ്ലിങ്ങൾ കൂടുതൽ ജീവിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, വളരെ നല്ല മനുഷ്യന്മാരായി മുസ്ലിങ്ങൾ. ആ നന്മ എവിടെ നിന്ന് കിട്ടിയ മുസ്ലിങ്ങൾക്ക്? ആ നന്മ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണെന്നാണോ വിചാരം? ആ നന്മ പരിശുദ്ധ ഖുർആനിന്റെ നന്മയാണ്. തിന്മ നിങ്ങൾ ഏത് ഭീകരവാദിയായ മുസ്ലിമിനെ എടുത്തോളൂ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പാർലമെന്റിലെ കണക്ക് പറഞ്ഞല്ലോ, അതനുസരിച്ചുള്ള അസംബ്ലിയിലെ കണക്ക് അതനുസരിച്ചുള്ള ഈ കുറ്റവാളികളെ എടുത്തോളൂ, അവരെത്ര ശതമാനം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്? അല്ലെ, വ്യഭിചാരികളുണ്ട് മുസ്ലിങ്ങൾ. ഇപ്പൊ അടുത്ത് ലൈംഗിക തൊഴിലാളിയുടെ കഥ എഴുതിയ ആളെ പേര് പോലും നളിനി ജമീലാന്ന. അജേ ഖുർആനിൽ നിന്ന് അവർ സ്വീകരിച്ച ഒരു ജോലി നളിനി ജമീലാന്ന നമ്മൾ പറഞ്ഞാൽ അല്ലെ, എന്ത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത അങ്ങനത്തെ വാദങ്ങൾ ഉന്നയിക്കുക എന്നത് സങ്കടകരമാണ്. വിശേഷിച്ച് എന്റെ ബഹുമാന്യനായ സഹോദരനെ പോലെയുള്ള ഒരു സിവിൽ സർവന്റ് എല്ലാം ആയിട്ടുള്ള ഇയാൾ അങ്ങനെ ഉദ്ധരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. പിന്നീടുള്ള പ്രശ്നം ഖുർആനിൽ പറഞ്ഞു എന്ന് പറയുന്ന വൈരുദ്ധ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വൈരുദ്ധ്യങ്ങളും ഇപ്പോൾ എനിക്ക് ഉദ്ധരിച്ച് മറുപടി പറയുക സ്വാഭാവികമാണ്. എല്ലാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറയാൻ നിർവാഹമില്ലായിരുന്നു. ഞാൻ സെക്ഷൻ ചെയ്തിട്ട് ഓരോന്നാണ് ഞാൻ എടുത്തത്. ഈ ഓരോന്നിൽ പറഞ്ഞത് അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ കാര്യവും, അതേപോലെ തന്നെ മറിയത്തിന്റെ വിഷയമാണ്. അതും രണ്ടും ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ യഹൂദന്മാരുടെ ഇടയിൽ മാന്യരായ ആളുകളെ മഹാന്മാരായ ആളുകളുടെ പേരുമായി ബന്ധപ്പെടുത്തി അതും ജോയിൻ ചെയ്തുകൊണ്ട് വ്യവഹരിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇത് മുഹമ്മദ് നബിയുടെ കാലത്തില്ല, എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, എലിസബത്ത് അഹറോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു. അഹറോന്റെ പുത്രിയല്ല എലിസബത്ത്. നമുക്കറിയാം അഹറോൻ എന്താ, മോശയുടെ കാലത്തുള്ള ഒരുപാട് തലമുറ കഴിഞ്ഞിട്ടാണ് എന്തുള്ളത്, ഈ എലിസബത്ത് ഉള്ളത്. തീർച്ചയായും അതേപോലെ തന്നെ അന്ന് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം ഇതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇതില്ലെന്ന് ഇതേപോലെ ഖുർആൻ പറയുന്നു, യഹൂദന്മാർ പറയുന്നു യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി എന്ന്. ആരെ കുറിച്ച്? മറിയയെ കുറിച്ച്. അവിടെ യഹൂദന്മാർ പറഞ്ഞ എല്ലാ തെറിയും ഉദ്ധരിക്കാനാണോ? അതെ, യഹൂദന്മാർ പറഞ്ഞ മാതിരി ഉദ്ധരിക്കണ്ടേ? യഹൂദന്മാർ പറഞ്ഞ അന്നത്തെ സമ്പ്രദായം, ആ സമ്പ്രദായം നിലനിന്നിരുന്നോ എന്നാണ് ചോദ്യം. ആ നിലനിന്നിരുന്നു എന്നതിന് ബൈബിൾ തെളിവ് നൽകുന്നു. പിന്നെ എങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുക? അത് നിലനിന്നിരുന്നു എന്നതിന് ബൈബിൾ തന്നെ തെളിവ് നൽകുന്നു. ബൈബിൾ പറയുന്നു, ഞാൻ ചോദിക്കട്ടെ, അഹറോന്റെ കാലം കഴിഞ്ഞ് എത്ര തലമുറ കഴിഞ്ഞിട്ടാണ് എലിസബത്തിനെ കുറിച്ച് അഹറോന്റെ പുത്രിമാരിൽ ഒരാൾ എന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ട് മറിയയെ കുറിച്ച് അഹറോന്റെ സഹോദരിമാരിൽ ഒരാൾ എന്ന് പറഞ്ഞുകൂടാ? അപ്പോ എലിസബത്തും മറിയയും ഒരേ തലമുറയിലുള്ള ആളുകളാണ്, ഒരേ സമൂഹത്തിൽ. അതാണ് പ്രത്യേകത. അപ്പോ അന്നത്തെ ഒരു സമ്പ്രദായം, അത് മുഹമ്മദ് നബി അറിഞ്ഞത് ഏതാനും നാടോടികളുടെ കഥയിൽ നിന്നാണെന്നാണ്. ആ നാടോടി കഥയും കേട്ടിട്ട് വളരെ കൃത്യമായി പറയുകയും അത് ഇന്നുപോലും മിഷനറിമാർക്ക് പിടുത്തം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു എന്നതിലാണ് അത്ഭുതം എന്നാണ് എനിക്ക് അഭിഷേകമായി സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ മറ്റൊന്ന്, അന അവൽ മുസ്ലിമീൻ എന്നുള്ള രേഖപ്പെടുത്തപ്പെട്ട രേഖകളിൽ ഒന്നും പടച്ചോൻ ആദ്യം തന്നെ രേഖപ്പെടുത്തിയതാണല്ലോ ഇതെല്ലാം. അപ്പോ അങ്ങനെയാണെങ്കിൽ പടച്ചോനക്ക് മനസ്സിലായില്ല എന്നാ. പടച്ചോന് ആദ്യം രേഖപ്പെടുത്തി എന്നുള്ളത് കാലനിബദ്ധമല്ലാത്ത കാര്യപാട്. ഇവിടെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ അത് ഇവിടെയെല്ലാം എന്താണ്, ഓരോരുത്തരും പറയുന്നതായിട്ടാണ്. അന അവ്വലുൽ മുസ്ലിമീൻ ഞാനും പറയും.
നിങ്ങൾ ഓരോരുത്തരും പറയണം, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്റെ മുമ്പ് വേറെ മുസ്ലിം ഉണ്ടായിട്ടില്ല എന്നല്ല, മറിച്ച് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ജാതിന്റെ പേരാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇവിടെ കുഴപ്പം. മുസ്ലിം എന്ന് പറഞ്ഞ ഒരു ജാതിന്റെ പേരല്ല. മുസ്ലിമീ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിച്ചവൻ എന്നാണ് അർത്ഥം. ദൈവത്തിന് സമർപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ മുമ്പനാണ്, ഞാൻ ഒന്നാമനാണ് എന്നാ പറഞ്ഞത്. അതിലൊരു വൈരുദ്ധ്യവുമില്ല, അതിൽ വൈരുദ്ധ്യമല്ല ഉള്ളത്. അത് മനസ്സിലാക്കുക. നീ വൈരുദ്ധ്യം ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ പുറപ്പെടുകയാണെങ്കിൽ ഒരു നിർവാഹമില്ല എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഖുർആനിൽ ദൈവികമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഞാൻ 14 കാര്യങ്ങൾ പറഞ്ഞു. ഈ 14 കാര്യങ്ങളിൽ പലതും അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ വസ്തുനിഷ്ഠമായി ഇന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു, സംശയങ്ങൾ വന്നാൽ ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയാം. വസ്തുനിഷ്ഠമായി 14 കാര്യങ്ങൾ അത് വിമർശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്ന് നേരത്തെ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. അർത്ഥം ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള പണിയല്ല. കഴിഞ്ഞ 10-20 കൊല്ലമായി പേഴ്സണലി കേരളത്തിൽ ഞാൻ തന്നെ നിർവഹിച്ചു പോരുന്നൊരു ഏർപ്പാടാണ്. അൽഹംദുലില്ലാഹ്, അതിലൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. സുഹൃത്തിന് ബുദ്ധിമുട്ട് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിന്റെ ആ ബഹുമാന്യത കൊണ്ടായിരിക്കാം എന്ന് പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ. പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാന്റെ മാർഗമനുസരിച്ച് ജീവിക്കുവാനും ആ മാർഗത്തിലൂടെ ചലിച്ച് മരണാനന്തരം സ്വർഗലോകം കരസ്ഥമാക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രീ അക്ബർ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറയുന്നതിന് ക്രിസ്തീയ വിഭാഗത്തിന്റെ വക്താവിനെ ക്ഷണിക്കുകയാണ്. ആ 15 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടൊരു പരാതി പറഞ്ഞുകൊള്ളട്ടെ. രാവിലെ ക്യൂ ഡോക്യുമെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ അതൊരു സാങ്കല്പിക രേഖ എന്ന് പറഞ്ഞപ്പോൾ അല്ലെന്ന് അക്ബർ സാഹിബ് പറഞ്ഞായിരുന്നു. ഇതാണ് അതിന്റെ ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്: ദ ക്യൂ ഡോക്യുമെന്റ് ഓർ ക്യൂ ഈസ് എ പോസ്റ്റുലേറ്റഡ് ലോസ്റ്റ് ടെക്സ്ച്വൽ സോഴ്സ്. പോസ്റ്റുലേറ്റഡ് സാങ്കല്പിക രേഖയാണ് ക്യൂ ഡോക്യുമെന്റ്. അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഇല്ല. അപ്പം രാവിലെ ഞങ്ങൾ പറഞ്ഞപ്പോഴേ അങ്ങനെയല്ല, ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ വചനം അതിനെ അടിസ്ഥാനമാക്കിയിരുന്നതുകൊണ്ട് ഞാനത് ഓർപ്പിച്ചേ. പിന്നെ ഇപ്പം പറഞ്ഞപ്പോഴേ ഖുർആൻ 10 വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ടു, ന്യൂ ടെസ്റ്റ്മെന്റ് ആണ് 200 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ടെന്ന് പറഞ്ഞു. അതും ശരിയല്ല. ഖുർആൻ 10 വർഷം കഴിഞ്ഞ് രേഖപ്പെടുത്തിയ പോലെ ന്യൂ ടെസ്റ്റ്മെന്റും യേശുക്രിസ്തു മരിച്ച് 10-15 വർഷങ്ങൾക്കുള്ളിൽ തന്നെ രേഖപ്പെടുത്തി. പക്ഷെ ഇന്ന് ലഭ്യമായ കോപ്പി പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞുള്ളതാണ്. അതുപോലെ ഖുർആന്റെയും ലഭ്യമായ കോപ്പി AD 900 ഡേറ്റിംഗ് വഴി അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അല്ലാതെ അന്നത്തെ കോപ്പി, അതായത് ഉസ്മാൻ ഉണ്ടാക്കിയ കോപ്പി ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിന്റെ കോപ്പിയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഖുർആൻ ഒരുപാട് വേരിയന്റ് റീഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം അതിന്റെ വേരിയന്റ് റീഡിങ്സിനെ കുറിച്ചുള്ളതാണ്. വ്യത്യസ്തമായ ഖുർആൻ ലോകത്തിൽ വേറെ എവിടെയൊക്കെ നിൽക്കുന്നുണ്ടാ, അതെല്ലാം അക്ഷരമെല്ലാം വ്യത്യാസം, ആശയമൊക്കെ വ്യത്യാസമാണ്. വ്യത്യസ്തമായ ഖുർആൻ ലോകത്തിൽ അതത് സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അതുപോലെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്വർഗം ഭൗതിക സുഖഭോഗത്തിന്റെ, ഒരുപക്ഷെ വ്യഭിചാരത്തിന്റെ ഒരു കേന്ദ്രമായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. യുവതികളും യുവാക്കന്മാരും അത് ഇങ്ങനെ ഇഷ്ടം കണക്കിന് മതിച്ചു നടക്കുന്ന, മദ്യവും മദിരാക്ഷിയുമുള്ള ഒരു, അതിന്റെ ഒന്നുകൂടെ പറയാനായിട്ടാണ്. മന്ത്രവാദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. മന്ത്രവാദം, അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരാൾ തന്ന വചനം എങ്ങനെയാ വിശ്വസിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. അതുപോലെ മുമ്പേ കുളത്തിന്റെ കാര്യം പറഞ്ഞു. അത് ഒരു കുളത്തിന്റെ അടുത്ത് ചെന്നാൽ സൂര്യൻ അതിൽ അസ്തമിക്കുന്ന പോലെ ഒരിക്കലും തോന്നുകയില്ല. കടലിന്റെ അടുത്ത് തോന്നും. നിങ്ങൾ തന്നെ സങ്കല്പിച്ച് നോക്കി. ഞാൻ അതിന്റെ ഒരു പടം വരച്ചിട്ടുണ്ട്. നടക്കാത്ത കാര്യമാണ്. അതായത് നമ്മൾ കുളത്തിന്റെ അടുത്ത് പോകുമ്പോൾ അതിന്റെ മുന്നിൽ ഒരു 10 കിലോമീറ്റർ നമുക്ക് കാണാം മുന്നില്. അപ്പൊ ആ കുളത്തിൽ അസ്തമിക്കുന്നതായിട്ട് സൂര്യൻ ഒരിക്കലും കാണത്തില്ല. കടലിലാന്നേ കാണും. ഇതാണ് ഒരാളെ കുളത്തിനടുത്ത് ചെല്ലുമ്പോൾ അതിന്റെ മുന്നേ ഒരു 10 കിലോമീറ്റർ കൂടെ കാണും. ഈ കുളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് എങ്ങനെയാ കാണുന്നത്? ഇമ്പോസിബിൾ, നടക്കുകയില്ല. നമ്മൾ ഇപ്പൊ ഇവിടെ പാത്രക്കുളമുണ്ട്. പാത്രക്കുളത്തിനടുത്തേക്ക് ചെല്ലുക. പാത്രക്കുളത്തിനടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ സൂര്യൻ അതിനകത്ത് അസ്തമിക്കുന്നതായിട്ട് കാണുമോ? വൈകിട്ടും കാണുകയില്ല, രാവിലെയും കാണുകയില്ല, ഉച്ചയ്ക്കും കാണുകയില്ല, ഒരിക്കലും കാണുകയില്ല. ഓക്കെ. പിന്നെ
ഖുർആൻ കത്തിച്ചത് വ്യക്തിപരമായ കോപ്പിയാണ്. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഖുർആനിൽ എഴുതാറുണ്ടോ? ക്രിസ്ത്യാനികൾ ചിലപ്പം സൈഡിലൊക്കെ നോട്ട് എഴുതി വെച്ചെന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒരാളും എഴുതുകയില്ല. ഖുർആനെ ബഹുമാനം നിങ്ങൾ എങ്ങനെ അഭിമാനിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വ്യക്തിപരമായ കോപ്പിയിൽ അവരെഴുതി വെച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിശദീകരണമൊന്നും വിശ്വാസയോഗ്യമല്ല. അത് വെറുതെ ഉത്തരത്തിന് വേണ്ടി പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുഭാര്യത്വം ബൈബിളിൽ നിഷേധിച്ചിട്ടില്ലെന്ന് പറയുന്നത് അതും ശരിയല്ല. നേരത്തെ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ബഹുഭാര്യത്വം നിഷേധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ രാജാക്കന്മാർക്കൊക്കെ ഇത്ര ഭാര്യമാരുണ്ടായിരുന്നുള്ളത് ബൈബിൾ അംഗീകരിച്ചേക്കുന്നതാണ് പറയുന്നത്. രാജാക്കന്മാരുടെ വ്യവസ്ഥ, രാജാക്കന്മാർ വരുന്നതിന് മുമ്പേ ശമൂവേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു കുഴപ്പം, രാജാക്കന്മാർ വന്നാൽ അവർ തോന്നിയവരെയൊക്കെ കല്യാണം കഴിക്കുമെന്നാണ്. അതുകൊണ്ട് രാജാക്കന്മാർ വേണ്ട, ഞാൻ തന്നെ നിങ്ങളുടെ രാജാവായിരുന്നോളാമെന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ രാജാക്കന്മാരെ ബഹുഭാര്യത്വം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ രാജാക്കന്മാരെ വെക്കണ്ട എന്ന് പറഞ്ഞൊരു ദൈവമാണ് ബൈബിളിലെ ദൈവം. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയല്ല. പിന്നെ അതുപോലെ സഭയുടെ നേതൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പുരുഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്നുള്ള പുതിയ നിയമത്തിലെ ഒരു പ്രധാന വ്യവസ്ഥയാണ്. ഏകഭാര്യത്വം ഒരു പ്രധാന ഉപദേശമാണ്. പിന്നെ 10 കന്യമാരുടെ ഉപമയിൽ അവർ 10 പേരും കല്യാണം കഴിച്ചായിട്ട് എങ്ങും പറയുന്നില്ല. അവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു ഉപമയെക്കുറിച്ച് അടിസ്ഥാനമായിട്ട് അറിയാവുന്നവരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ഒരു ഉപമയിൽ ഒരു സന്ദേശം പറയാൻ, അവിടെ ഒരുങ്ങിയിരിക്കണം എന്നുള്ള സന്ദേശമാണ് ഉപമയിൽ ഉദ്ദേശിച്ചത്. അവിടെ അദ്ദേഹത്തെ കല്യാണം കഴിച്ചായിട്ട് പറയുന്നില്ല. ഒരു കല്യാണത്തിന് മണവാളനുണ്ട്, മണവാട്ടിയുണ്ട്, മണവാട്ടിക്ക് തോഴ്മക്കാരുണ്ട്. അത് ബൈബിളിൽ തന്നെ റെഫറൻസസ് ഉണ്ട്. മണവാട്ടിയുടെ തോഴ്മക്കാരായിട്ട് കുറെ പേര് പോകുക. കല്യാണ ദിവസം ഒക്കെ കഴിഞ്ഞ് അവരങ്ങ് പിരിഞ്ഞു, അവരും വേറെ എല്ലാവരും പോയി കല്യാണം കഴിക്കും. പിന്നെ കള്ളക്കടത്തും ഖുറാനുമായിട്ട് എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ആതങ്കവാദം അല്ലെങ്കിൽ എക്സ്ട്രീമിസം ഇതൊക്കെ വന്നിരിക്കുന്നത് മറ്റൊരു ജാതിക്കാരനെ കണ്ടാൽ കൊന്നു നീ സ്വർഗത്തിൽ പോകും എന്നുള്ള ഉപദേശം കൊണ്ടാണ്. അത് ഞാൻ ഇഷ്ടം പോലെ വചനങ്ങൾ ഉദ്ധരിച്ചതാണ്. ഇനി വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഉദ്ധരിക്കാം. ഇഷ്ടം പോലെ വചനങ്ങളുണ്ട്. 7 വചനങ്ങൾ വിശുദ്ധ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ മതത്തിന് എതിരാന്ന് തോന്നുന്നു എന്തിനെ എതിർക്കും. അതായത് ഈ പല ഭീകരവാദികളിലും അവരുടെ ബാഗിൽ, ഈവൻ ഈ ചാവേറുകളുടെ ബാഗിൽ ഖുർആനുണ്ടായിരുന്നു. ബുഷിന്റെ ബാഗിൽ അത് കാണുകയില്ല, ആകാൻ ഒരു സാധ്യതയില്ല. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണ് ബുഷെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. അദ്ദേഹത്തിന് എവിടെയോ ഒരു കുഴപ്പമുണ്ട്. അതേ സമയത്ത് നിന്റെ മതം മാറുന്നതിനെ കൊല്ലണമെന്ന് പറയുന്ന മുഹമ്മദിന്റെ പിൻഗാമികൾ അങ്ങനെ ചെയ്യും. നമുക്കത് മറക്കാതിരിക്കാം. ഭീകരവാദവും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. എന്താ കള്ളക്കടത്തുമായിട്ടുള്ള ബന്ധം? ഖുർആനിൽ കള്ളക്കടത്ത് നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല, ശരിയാ. പക്ഷെങ്കിൽ ഖുർആനിലെ ഒരു ഭൗതിക വ്യവസ്ഥിതിയാ. പഴയ നിയമത്തിൽ ഭൗതിക വ്യവസ്ഥിതിയായിരുന്നു. നന്മ ചെയ്താലും നിനക്ക് നന്മ കിട്ടും, സുഖമായിട്ട് ജീവിക്കും, ദാസിദാസന്മാർ കാണും, പണം കാണും. ഇതായിരുന്നു പഴയ നിയമ വ്യവസ്ഥിതി. അതിനെ മാറ്റി അതിനേക്കാളും ഉത്തമമായ ഒരു ആത്മീയ വ്യവസ്ഥിതി യേശുക്രിസ്തു കൊണ്ടുവന്നു. വീണ്ടും അതിൽ നിന്നും വളരെ മോശമായ ഒരു വ്യവസ്ഥയിലേക്ക് മുഹമ്മദ് കൊണ്ടുപോയി. അത് ഞാൻ മുമ്പേ ഒരു സൂറ വായിച്ചായിരുന്നു. അതായത് പഴയ നിയമത്തിൽ നിഷേധിച്ചതൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടി യേശുക്രിസ്തു വന്നെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അത് ശരിയല്ല. പക്ഷേ ഖുർആന്റെ ഫിലോസഫി അതാ. അതായത് ഭൗതികത, ഭൗതികാസ്വാദനം, ഭോഗം, ഭാര്യമാര്, വെപ്പാട്ടികള്, അടിമ സ്ത്രീകള്, ഇത് എത്രയെത്ര കൂടുതൽ കൊടുക്കാം, ഇനി സ്വർഗത്തിൽ ചെന്നാൽ ഇത് എത്ര കൂടുതൽ കൊടുക്കാം. ഇതാണ് ഭൗതികമായിട്ടുള്ള ആ ഒരാഗ്രഹമാണ് ഖുർആൻ എല്ലാവർക്കും ജനിപ്പിക്കുന്നത്. ഇപ്പം കള്ളക്കടത്ത് നടത്തി പണം ഉണ്ടാക്കിയ സക്കാത്ത് കൊടുക്കുക, നിസ്കരിക്കുക, മക്കയ്ക്ക് പോകാൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്താൽ പാപം മോചിക്കപ്പെട്ടു. ഭൗതികമായിട്ട് ആത്മീയ പ്രശ്നമാണ് പാപം. നമ്മൾ പാപികളായിരിക്കുന്നത് ജന്മനാ നമ്മൾ പാപികളാണ്. രാവിലെ വായിച്ചു കേൾപ്പിച്ചില്ലേ, മറിയയും യേശുവും അല്ലാതെ ജന്മനാ സാത്താനാൽ സ്പർശിക്കപ്പെടാത്ത ആരുമില്ല, ഒരാൾ പോലുമില്ല. ലോകത്തിലെല്ലാവരും പാപികളാണ്. ഈ പാപത്തിന്റെ പരിഹാരം എങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യമാകുന്നത്? ഇരുമ്പലൊക്കെ വിഴുങ്ങി വെച്ച് ചുക്കഷായം കുടിച്ചാൽ മതിയോ? അയ്യോ, ഖുറാനില് ഒരാൾക്ക് ആശ വയ്ക്കാനായിട്ട് ഒരു സന്ദേശവുമില്ല. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും നബി പോലും നരകത്തിൽ പോയിട്ടാ പോകുന്നെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ഗതി എന്താ? മാത്രമല്ല ഇവൻ അവിടെ ചെന്നാ കിട്ടുന്ന എന്താ? ഭൗതിക സുഖങ്ങൾ. എന്നാ പിന്നെ ഇവിടെ അനുഭവിച്ചുകൂടെ? ഭൗതികതയാണ് ഖുർആന്റെ ഒരു പ്രശ്നം. ഇതിന് ശരിക്കും പാപമോചനത്തിനും വിശുദ്ധ ജീവിതത്തിനും ഉള്ള ഒരു സന്ദേശം ഇല്ല. അതാ ബൈബിളും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം. ഒരു പാപിയെ നീ എന്റെ അടുക്കലേക്ക് വരിക, അധ്വാനിക്കുന്നവരും പാപം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളുടെ പാപം മോചിച്ചു തരാം.
രാവിലെ അക്ബർ സാഹിബ് പറഞ്ഞു യേശുക്രിസ്തു എങ്ങും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു പറഞ്ഞ അനേക ഭാഗങ്ങളുണ്ട്. യേശുക്രിസ്തു ആ യെരുശലേമിലേക്ക് പോകുമ്പോൾ ഞാൻ യെരുശലേമില് അനേക പീഡ സഹിക്കാനും മരിക്കാനുമായിട്ട് പോവുകയാണ്, അനേകത പാപങ്ങൾക്ക് വേണ്ടിയെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞു. ഞാൻ വന്നത് ശുശ്രൂഷ സ്വീകരിക്കാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി മരിച്ച് അവർക്ക് പാപമോചനം കൊടുക്കാനാണെന്ന് യേശുക്രിസ്തു പറഞ്ഞു. എത്രയോ ഭാഗങ്ങള്. യേശുക്രിസ്തു വന്നത് പാപമെന്ന ആത്മീയ പ്രശ്നത്തിന് ആത്മീയ പരിഹാരം ഉണ്ടാക്കാനാണ്. ഇരുമ്പലക്ക് നിന്ന് ചുക്കകഷായം കുടിച്ചിട്ട് കാര്യമില്ല. പാപത്തിന് ഭൗതിക സൊല്യൂഷൻ ഇല്ല. ഭൗതിക മാർഗത്തിലൂടെ പാപം പരിഹരിക്കാൻ പറ്റത്തില്ല. പാപം ദൈവത്തോടും ചെയ്യുന്ന തെറ്റാണ്, മനുഷ്യനോട് മാത്രമല്ല. അതിനൊരു ആത്മീയ പരിഹാരമാണ് വേണ്ടത്. അത് യേശുക്രിസ്തുവിന്റെ യാഗം വഴി മാത്രമേ സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് യാഗത്തിലൂടെ പാപപരിഹാരം കിട്ടുന്നത്? ഒരു യാഗം ഒരാൾ അർപ്പിക്കുമ്പോൾ ഒന്നാമത് അവന് പശ്ചാത്താപമുണ്ട്. അയ്യോ, ഞാൻ പാപം ചെയ്തു പോയി, ഐ എം സോറി. അവനതിനെക്കുറിച്ച് വേദനയുണ്ട്, സങ്കടമുണ്ട്. അതുകൊണ്ട് ആ സങ്കടത്തിന്റെയും വേദനയുടെയും പശ്ചാത്താപത്തിന്റെയും അടിസ്ഥാനത്തിൽ അവനൊരു യാഗം അർപ്പിക്കാൻ പോവുക. ഈ യാഗം അർപ്പിക്കുമ്പോൾ അവന്റെ പശ്ചാത്താപം ദൈവം കാണുന്നു. ഞാന് പാപം ചെയ്തു പോയി, പാപത്തെക്കുറിച്ച് എനിക്ക് ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ ഞാൻ ഇങ്ങനെ എരിഞ്ഞമരുമ്പോൾ അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമായി യാഗം. പഴയ മൃഗയാഗങ്ങളും അങ്ങനെ തന്നെയാ. ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നതിന്റെ അടയാളമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന സന്ദേശമായിരുന്നു യാഗം. അങ്ങനെ ഒരു യാഗം അർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും, ഇവൻ പാപം ചെയ്തു, അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു, ഇവന് പാപമോചനം വേണം. അവന്റെ പശ്ചാത്താപത്തിന്റെയും പാപമോചനത്തിനായിട്ടുള്ള ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ദൈവം അവനോട് പാപം മോചിക്കുമായിരുന്നു. അങ്ങനായിരുന്നു യാഗങ്ങളിലൂടെ പാപമോചനം വരുന്നത്. ചുമ്മാ പറഞ്ഞേക്കുന്ന അമ്മൂമ്മക്കഥയല്ല. എന്നിട്ടോ അനേകം മൃഗങ്ങൾ വഴി അങ്ങനെ യാഗമൊക്കെ നടത്തി. പക്ഷേ ആളുകൾക്ക് സ്ഥിരമായ പാപമോചനം കിട്ടിയില്ല. കാരണം ഒരു യാഗമൃഗം 5 മിനിറ്റ് കഴിയുമ്പോൾ ചാമ്പലായി പോകും. അതിന്റെ കാര്യം അതോടെ അവസാനിക്കും. അതിനുശേഷം പിന്നീട് അത് പാപം ചെയ്താല് ആ ആള് പാപം ചെയ്താൽ വീണ്ടും മൃഗയാഗത്തിലേക്ക് പോകണം. ഇതായിരുന്നു വ്യവസ്ഥ. ആ വ്യവസ്ഥ കൊണ്ട് ഒരു മനുഷ്യനും സമ്പൂർണ്ണ പാപവിമുക്തി വന്നില്ല. ന്യായപ്രമാണം ശാപമായിരുന്നു എന്ന് അക്ബർ സാഹിബ് പറഞ്ഞല്ലോ. പൗലോസ് തന്നെ എഴുതിയിട്ടുണ്ട്, ന്യായപ്രമാണം നല്ലതു തന്നെ, പക്ഷേ നല്ലതായ ന്യായപ്രമാണം അനുസരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പാപമായി ഭവിച്ചു. ന്യായപ്രമാണത്തിനെതിരെ പുതിയ നിയമത്തിൽ ഒറ്റ വാക്കുപോലുമില്ല. ഒരു പാപം ചെയ്യുന്ന മനുഷ്യൻ മൃഗയാഗത്തിലൂടെ നീതീകരിക്കപ്പെടാനായിട്ട് ശ്രമിച്ചു. അത് ന്യായപ്രമാണത്തിന്റെ വഴിയായിരുന്നു. പക്ഷേ അവന് താൽക്കാലിക പാപമോചനമേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഒരു സ്ഥിര യാഗം യേശുക്രിസ്തുവിലൂടെ അർപ്പിക്കാൻ ദൈവം തീരുമാനിച്ചത്. മനുഷ്യൻ പാപിയായപ്പോഴ് മൃഗയാഗത്തിലൂടെ സ്ഥിര പാപമോചനം കിട്ടാത്തത് കൊണ്ട് അവനൊരു സ്ഥിരയാഗം അർപ്പിക്കാനായിട്ട് ദൈവിക ത്രിത്വത്തിലെ രണ്ടാമനായ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. അവൻ മരിച്ചു, ഒരു സ്ഥിരപാപയാഗമായിട്ട് തീർന്നു. എന്തുകൊണ്ടാണ് സ്ഥിരപാപയാഗമായ? മറ്റുള്ള യാഗമൃഗങ്ങളെല്ലാം മരിച്ച് ചാമ്പലായിട്ട് തീരുമ്പോൾ യേശുക്രിസ്തു ഒരു സ്ഥിരയാഗമായിട്ട് തീരുന്നു, ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്. അങ്ങനെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് യേശുക്രിസ്തു ഒരു സ്ഥിരയാഗം ഒരുക്കി. അങ്ങനെ ഒരു സ്ഥിരയാഗത്തിലൂടെ മനുഷ്യന് സ്ഥിരമായ പാപമോചനം കൊടുത്തു. ഇന്ന് ആർക്കെങ്കിലും പാപത്തെക്കുറിച്ച് ദുഃഖമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയായി പോയല്ലോ, എന്റെ ഹൃദയത്തിൽ സമാധാനമില്ലല്ലോ, സന്തോഷമില്ലല്ലോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, എന്റെ ദൈവം പോലും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, ഇത്ര കർക്കശക്കാരനായ ഒരു ദൈവമാണോ എന്റെ ദൈവം എന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരിക. പറയുക, ഞാനൊരു പാപിയാണ്, എന്റെ പാപം എന്റെ ജീവിതത്തെ കറന്നു തരുന്നു, എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, എനിക്ക് പാപമോചനം വേണം. അങ്ങനെ പറഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിക്കുക. ഞാൻ യേശുക്രിസ്തുവിന്റെ യാഗം എനിക്ക് പകരമായി നടന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ദൈവം നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിന്റെ അടയാളമായി യേശുക്രിസ്തുവിന്റെ യാഗം നമ്മൾ സ്വീകരിച്ചാൽ അത് നമ്മുടേതായിട്ട് പരിഗണിക്കും. അങ്ങനെ നമ്മുടെ പാപം മോചിക്കപ്പെടും. പിന്നെ എന്നുമെന്നേക്കുമായിട്ട് പാപമോചനം. അതാ ക്രിസ്ത്യാനിത്വം പറയുന്നത്. ഒരു മനുഷ്യന്റെ ആത്മീയ പ്രശ്നത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ടാക്കി അവനെ പാപരഹിതനാക്കി മാറ്റിയിട്ട് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ തരുന്നതാണ് ബൈബിളിലെ സന്ദേശം. അവിടെ സ്വർഗത്തിൽ ചെന്ന് കള്ളു തരാനായിട്ടല്ല, സ്വർഗത്തിൽ ചെന്ന് സ്ത്രീകളെ തരാനായിട്ടല്ല, യുവാക്കന്മാരെ തരാനായിട്ടല്ല. സ്വർഗത്തിൽ ചെന്ന് ആത്മീയ അനുഗ്രഹം, സ്വർഗത്തിലെ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം ദൈവിക സാന്നിധ്യ. ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ദൈവിക സാന്നിധ്യത്തിന് വേണ്ടിയാണ്, കള്ളിന് വേണ്ടിയല്ല, സ്ത്രീകൾക്ക് വേണ്ടിയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധി പോയി ആ ദൈവത്തിന്റെ സാന്നിധ്യ സുഖം അനുഭവിക്കണം. ഇതാണ് ഞങ്ങളെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. ഒരു ക്രിസ്ത്യാനിയെ, ശരിക്കുള്ള ക്രിസ്ത്യാനിയെ, ബുഷനെ പോലുള്ള ക്രിസ്ത്യാനിയെ അല്ല, ഒരു ശരിക്കുള്ള ക്രിസ്ത്യാനിയെ അവനെ പ്രേരിപ്പിക്കുന്ന വികാരം അതാണ്. എന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു, ഒരു ദിവസം ഞാൻ മരിക്കും, ഞാൻ യേശുക്രിസ്തുവിനോടൊപ്പമാകും, ഒരു നാളില് ഞാൻ സ്വർഗത്തില് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് സന്തോഷിക്കും. അവിടെ ഞാൻ എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ എന്റെ യേശു കർത്താവിനെ കാണും. ഇതാണ് പ്രത്യാശ. ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് അവൻ ഈ ഭൗതികവാദത്തിലേക്ക് പോവുകയില്ല. ശരിക്കുള്ള ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളവർ ചെയ്യുമായിരിക്കും. അതാണ് ഖുറാനും
ബൈബിളും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഒരു ആത്മീക മാർഗമാണ്. ആത്മീക പ്രശ്നത്തിന് ആത്മീയ പരിഹാരം ഉണ്ടാക്കി പാപിയെ വിശുദ്ധനാക്കി സ്വർഗത്തിൽ കൊണ്ടുപോയി ആത്മീക അനുഗ്രഹങ്ങൾ തരുന്ന, സന്തോഷം, സമാധാനം, ആരാധനാ മനോഭാവമൊക്കെ തന്ന് ഒരാളുടെ ഹൃദയത്തെ നിറയ്ക്കുന്ന സമ്പുഷ്ടമായിട്ടുള്ള ഒരു മാർഗമാണ്. ഇത് പഴയ നിയമത്തിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോയ അതിന്റെ പൂർത്തീകരണമാണ്. എന്നാൽ ഖുർആനാണെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് ഒരുപാട് പടി പുറമോട്ട് പോയ, പുതിയ നിയമത്തിൽ നിന്ന് ബഹുദൂരം പുറമോട്ട് പോയ ഭൗതിക സുഖങ്ങൾ മനുഷ്യന് വാഗ്ദാനം ചെയ്യുന്ന ഒരു മോക്ഷമാർഗമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവര് ഈ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക, യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുക, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, പാപത്തിന് ഒരു ആത്മീക പരിഹാരം ഉണ്ടാക്കുക. എന്നിട്ട് ഒരു നല്ല സ്വർഗത്തിനായിട്ട്, ആത്മീക സ്വർഗത്തിനായിട്ട്, സന്തോഷം അനുഭവിക്കുന്ന സ്വർഗത്തിനായിട്ട് കാത്തിരിക്കുക. അതാ നമുക്ക് എല്ലാവർക്കും കരണീയമായിട്ടുള്ളത്. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതിൽ നിങ്ങൾക്ക് ആർക്കും വേദന തോന്നരുതേ എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. ഇങ്ങനൊരു സംവാദത്തില് കാര്യങ്ങൾ പറയാതെ രക്ഷയില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ആളെ ഞാൻ ഒരു സ്ഥലത്ത് പോലും ഒരു മതങ്ങളെയും ക്രിറ്റിസൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല. അതല്ല നമ്മുടെ ദൗത്യം. നമ്മുടെ ദൗത്യം, നമ്മുടെ സുവിശേഷം, ഈ നല്ല വർത്തമാനം, പാപിയാണോ നീ, നിന്നെ വിശുദ്ധനാക്കി സ്വർഗത്തിൽ കൊണ്ടുപോയി ആത്മീയാനുഗ്രഹങ്ങൾ തരാം എന്നുള്ള വാഗ്ദാനം കൊടുത്ത് ആളുകളെ അതുപോലെ സ്വർഗത്തിൽ എത്തിക്കുന്ന പണിയാണ് ശരിക്കുള്ള പണി. അതുകൊണ്ട് ആർക്കും വേദന തോന്നരുതേ എന്നുള്ള അപേക്ഷയോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ദൈവം തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി. ഇനിയിപ്പോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. രാവിലെ ചെയ്തതുപോലെ ഇരുവിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ 1 മിനിറ്റിനകം ചോദ്യങ്ങൾ ചോദിക്കണം. ഹലോ, എൻ്റെ പേര് ഫിന്നി എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ഈ ഖുറാന്റെ ഓതന്റിസിറ്റി അളക്കുന്ന സ്കെയില് നമ്മളെല്ലാരും തെറ്റായിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം ആ സ്കെയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സ്കെയില് ബൈബിളിൽ അപ്ലൈ ചെയ്യണം. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന സ്കെയിൽ ഇതാണ്: ഒരു സംഭവം നടന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നിന്ന് എത്ര അകലം ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ഖുറാന്റെ ഓതന്റിസിറ്റി സ്ഥിതി ചെയ്യുന്നത് 240 വർഷത്തിന് ശേഷമുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. ഖുറാന്റെ ഓതന്റിസിറ്റി, ഖുറാനിലെ ഓരോ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുറാൻ മാത്രം കൊണ്ട് എന്തെങ്കിലും കാര്യം മനസ്സിലാകുമോ? ഖുറാൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുന്നത് 240 വർഷങ്ങൾക്ക് ശേഷം 7 തലമുറകൾ കൈമാറി വന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഖുറാന്റെ ഓതന്റിസിറ്റി ഇരിക്കുന്നത്. അതാണ് സ്കെയില്. പിന്നെ 700 വർഷത്തെ, യേശുവിൽ നിന്ന് 700 വർഷത്തെ ഡിസ്റ്റൻസ് ഉണ്ട് ശരിക്കും നോക്കിയാൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ഒന്നാമത്തെ പോയിന്റ്, ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണെങ്കിൽ അള്ളാഹുവിനെ ഇദ്ദേഹം കണ്ടിട്ടില്ല. ആരോ ഖദീജ പറഞ്ഞ ഒന്നിന്റെ അടിസ്ഥാനത്തിൽ മലക്കിന് കൊടുത്തു. സ്വർഗത്തിലുള്ള ഗ്രന്ഥത്തിൽ നിന്ന് അള്ളാഹു കോപ്പി ചെയ്യുന്നത് ആർക്ക് കൊടുത്തു? മലക്കിന് കൊടുത്തു. മലക്ക് കൊടുത്തത് നബിക്ക് കൊടുത്തു. നബിക്ക് കൊടുത്തത് തുടർന്ന് അടുത്ത ആൾക്ക് കൊടുത്തു. അവിടുന്ന് പിന്നെ സഹാബിമാരും കഴിഞ്ഞ് 3 ആളുകൾ കൈമാറിയ ശേഷം പിന്നെ കിട്ടിയിരിക്കുന്നതാണ് നമുക്കിവിടെ ഉള്ളത്. അതുപോലെ തന്നെ നബിയെ കുറിച്ച് 100 വർഷത്തിന് ശേഷം ഇബ്നു ഇഷാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഓതന്റിസിറ്റി നിൽക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പറയുന്നത് ഖുർആന്റെ ഓതന്റിസിറ്റി ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഹദീസുകളാകട്ടെ 7 തലമുറ കഴിഞ്ഞ് രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്നെല്ലാം. ഇതെല്ലാം അബദ്ധമാണ്. പിന്നെ ഖുർആൻ ഞാൻ പറഞ്ഞതുപോലെ അത് മുഹമ്മദ് നബിക്ക് ശേഷമാണല്ലോ, മുഹമ്മദ് നബിന്റെ അവസാനത്തോടു കൂടിയാണല്ലോ ഖുർആൻ പൂർണ്ണമാകുന്നത്. മുഹമ്മദ് നബി, ഖദീജ, അത് ആ ബന്ധം മറ്റൊരു ചോദ്യമാണ്, നമുക്ക് അങ്ങോട്ട് വരാം. ഖദീജയാണോ ഖുർആൻ ഉണ്ടാക്കിയത് എന്നുള്ളത്. മുഹമ്മദ് നബിയോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അത് നിരവധി പരമ്പരകളായി, ഒരു പരമ്പരയല്ല, ഏത് കാര്യത്തിന്റെയും ഇസ്ലാമികമായ സാങ്കേതികമായി പറയും മുത്തവാത്തിർ, ഒരുപാട് പരമ്പരകളായി, തലമുറകളായി അതേപോലെ കാണാതെ പഠിക്കപ്പെടാണ്. ഇവിടെ പറഞ്ഞ 7 ഹർഫുകളിലുമുള്ള കാണാതെ പഠിക്കൽ നടക്കുന്നുണ്ട്. ഇവിടെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഈ പ്രിന്റ് ചെയ്ത് കാണിക്കുകയെല്ലാം ചെയ്തു, ഈ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയെല്ലാം ചെയ്തു. യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്.
അതെന്തൊരു മഹാസംഭവമൊന്നുമല്ല. 7 ഹർഫുകളുണ്ട് പരിശുദ്ധ ഖുർആനിന്. അത് ഹദീത്തുകളിൽ തന്നെ പറഞ്ഞതാണ്, റസൂലുള്ള നിർദ്ദേശിച്ചതാണ്. അത് ഒന്നിനെ വിമർശിക്കരുതെന്ന് പറഞ്ഞതാണ്, എതിർക്കരുതെന്ന് പറഞ്ഞതാണ്. ഇവിടെ പറഞ്ഞതുപോലെ സഹാബിമാരിൽ ചിലർ റസൂലുള്ളയുടെ ഈ നിർദ്ദേശം നേർക്കുനേരെ മനസ്സിലാക്കിയിട്ടില്ലാതിരുന്ന ചിലർ ഈ ഹർഫുകളിൽ ചിലത് കേട്ടപ്പോ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ പരിശുദ്ധ ഖുർആൻ ഈ 7 റീഡിങ്ങോട് കൂടിയ ഹർഫ് എന്ന് പറയുമ്പോൾ ഉള്ള ഇത് കുറക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈ 7 റീഡിങ് അത് റസൂലുള്ളയുടെ നിർദ്ദേശപ്രകാരം തന്നെയുള്ളതാണ്. അതനുസരിച്ച് പരിശുദ്ധ ഖുർആൻ സംപ്രേഷണം ചെയ്യപ്പെട്ടത് വാമൊഴിയായിക്കൊണ്ടാണ്. വാമൊഴിയായി തലമുറകൾ, ആ തലമുറകളായുള്ളത് ഇന്നും അതേപോലെ. ആർക്കാണിത് നിഷേധിക്കാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, ലോകത്തെല്ലായിടത്തുമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങല്ലത്. കാലങ്ങളായി ഈ തലമുറകളായി സംപ്രേഷണം ചെയ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധമായി കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞല്ലോ ബഹുമാന്യനായ സാറ്. തീർച്ചയായും പ്രവാചകനിൽ നിന്ന് ഈ മതം പഠിച്ച 1,00,000-ലധികം ആളുകൾ അവർ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ആ ഭാഗങ്ങളിലേക്ക് പോയ ആളുകൾ അവിടെയുള്ള ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഇന്ന് ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾ ഖുർആൻ പൂർണ്ണമായും കാണാതെ അറിയുന്നവരുണ്ട്. ആ ആളുകൾ എല്ലാം ഓതുന്നത് 7 ഹർഫുകളിലുള്ള ഈ പൊതു ഖുർആൻ തന്നെയാണ്. അതിലൊരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല. രേഖകളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. രേഖകളുടേത് തന്നെ പിന്നെ പറയുമ്പോൾ വലിയൊരു അബദ്ധം പറ്റുന്നു. 7 തലമുറ കഴിഞ്ഞിട്ട് അല്ല ഹദീസുകൾ ക്രോഡീകരിച്ചത്, 3-ാമത്തെയും 4-ാമത്തെയും തലമുറയിലാണ്. 3-ാമത്തെയും 4-ാമത്തെയും തലമുറകളിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചര്യയാണ്. ഖുർആന്റെ വിശദീകരണം പിന്നെ മനസ്സിലാക്കിയതുപോലെ തന്നെ അവിടെ അത് ക്രോഡീകരിക്കേണ്ടത് ഉണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകനെ നേരിട്ട് കണ്ട അനുഭവിച്ച ആളുകൾ അവരായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ. അവർ പ്രവാചകനിൽ നിന്ന് കണ്ട കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തും പരസ്പരം സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 3-ാമത്തെ 4-ാമത്തെ തലമുറയായപ്പോ സ്വാഭാവികമായി ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടു. അതെങ്ങനെ? ബുഖാരി മുസ്ലിം ഇവിടെ ഉദ്ധരിക്കപ്പെട്ടതുപോലെ തന്നെ അവിടെ ഹദീസുകളുടെ കാര്യത്തിലും എന്താണ്, കൃത്യമായൊരു ചെയിൻ ഓഫ് നരേഷൻ ഖുർആന്റെ കാര്യത്തിൽ രേഖപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ചെയിൻ ഓഫ് നരേഷൻസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ല. കാരണം അന്ന് മുതൽക്കേ എങ്ങനെ തുടർന്ന് പോരുന്ന ഹദീസ് വേഴ്സറ്റൈൽ അല്ല താനും. ഹദീസ് പോയറ്റിക് അല്ല. ഹദീസ് സാധാരണ ഈ പ്രോസാണ്. അതുകൊണ്ട് തന്നെ പദങ്ങൾക്ക് അപജയം സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൃത്യമായ നിർദ്ദേശമുണ്ട്. എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും, ഞാൻ ചെയ്യാത്തത് പറയാത്തത് എന്തെങ്കിലും ബോധപൂർവം എന്നിൽ ആരോപിച്ചാൽ നിങ്ങൾക്ക് നരകത്തിലാണ് ഇരിപ്പിടം എന്നുള്ള വചനം. അതുകൊണ്ട് തന്നെ സഹാബിമാർ പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച ആളുകൾ റസൂലുള്ള പറഞ്ഞത് ആ പദങ്ങൾ പോലും അതേപോലെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. അതിന്റെ അടുത്ത തലമുറ എങ്ങനെയാണ്? പിന്നീട് എന്നോട് വന്ന് പറയുന്നു, പ്രവാചകൻ പറയുന്നത് കേട്ടു എന്നൊരാൾ പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കും ഫിന്നിയോട്, ഫിന്നി എവിടുന്ന് കേട്ടു? ഫിന്നി അബൂബക്കറിൽ നിന്ന് കേട്ടു. അബൂബക്കർ പ്രവാചകനിൽ നിന്ന് കേട്ടു. ഞാൻ പഠിക്കുന്നു, ഫിന്നിയെ പഠിക്കുന്നു, അബൂബക്കറിനെ പഠിക്കുന്നു. ഫിന്നിയോ അബൂബക്കറോ എപ്പോഴെങ്കിലും കളവ് പറയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ ഹദീസ് ഞാൻ സ്വീകരിക്കുന്നില്ല, മാറ്റിവെക്കുന്നു. ഫിന്നിക്കോ അബൂബക്കറിനോ ഏതെങ്കിലും അവസരത്തിൽ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഈ പറഞ്ഞു കൊടുത്ത സമയത്ത് എന്തെങ്കിലും ഓർമ്മക്കുറവ് സംഭവിക്കാൻ മാത്രമുള്ള ബാല്യമോ വാർദ്ധക്യമോ ഉണ്ടെങ്കിലും അത് മാറ്റിവെക്കുന്നു. ഈ രൂപത്തിൽ ഹദീസുകളുടെ ക്രോഡീകരണം നടന്നിട്ടുള്ളത്. അത് ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത് 3ഉം 4ഉം തലമുറകളിലാണ്, 7 തലമുറയിലല്ല. പക്ഷേ ഖുർആനിന്റെ വിശദീകരണം എന്നുള്ള നിലക്ക് ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം നേരിട്ട് പഠിച്ച മനസ്സിലാക്കിയ ആളുകളുടെ സമൂഹങ്ങളിൽ എന്നും നിലനിന്ന് പോന്നിട്ടുണ്ട്. ഗ്രന്ഥങ്ങളായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സംപ്രേഷണം എന്നുള്ളത് അതിന്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ടോ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു. രേഖകൾ ശരിയാണ്, അതേസമയം രേഖകൾക്കപ്പുറത്ത് സംപ്രേഷണത്തിന്റെ രീതിശാസ്ത്രമുണ്ട്. സംപ്രേഷണം പൊതുവാണിത്, ഏതെങ്കിലും ഒരു ജാതിയെ മാത്രം ഏൽപ്പിക്കല്ല.
ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഋഗ്വേദത്തെ പോലെയുള്ളത് തലമുറകളായി സംപ്രേഷണം ചെയ്യപ്പെട്ടതാ. പക്ഷേ അതൊരു ജാതിയിൽ ഒതുക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ അതല്ല, പൊതുവാണ്. സമൂഹത്തിലെ ഏത് വിഭാഗക്കാരും ഏത് തലത്തിലുള്ള ആളുകളും അടുത്ത തലമുറക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഉള്ള സംപ്രേഷണമാണ്. ആ സംപ്രേഷണത്തിൽ പ്രത്യേകിച്ച് വേഴ്സറ്റൈൽ ആയതുകൊണ്ട് ഒരു അബദ്ധം സംഭവിക്കുവാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ളതാണ് സത്യം. ഈ ഹർഫുകളുടെ കാര്യത്തിൽ അബദ്ധമല്ല, അത് വൈവിധ്യമല്ല. തീർച്ചയായും അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ ഭാഗമാണ്. അത് പ്രവാചകന്റെ പരിശുദ്ധ ഖുർആനിന്റെ സത്യതയെയോ അത് നിലനിൽക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും തന്നെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞത് ശരിക്കും അങ്ങോട്ട് ഇതായില്ലെന്ന് തോന്നണു. ഖുറാന്റെ സംഭവം, ഖുറാൻ നടന്ന ആനുകാലിക ചരിത്ര ആ പ്രസന്റ് സിറ്റുവേഷനിൽ ഒറ്റ മനുഷ്യർ വിറ്റ്നസ് ചെയ്ത ഒരു കാര്യമല്ല. എന്നാൽ ബൈബിൾ സംഭവങ്ങൾ ഒരു മൂസാ നബി മുകളിൽ പോയി വാങ്ങുന്നതും ദൈവത്തിന്റെ സാന്നിധ്യം അവരെല്ലാവരും കണ്ടത് ഇസ്രായേലിൽ മുഴുവൻ അനുഭവപ്പെട്ട ഒരു സംഭവമാണ്. ഇസ്രായേലിൽ മുഴുവൻ അനുഭവപ്പെട്ടു. ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മൂസ നബി അവരോട് സംസാരിക്കുകയാണ്. എന്നാൽ ഈ നബിയെ സംബന്ധിച്ചിടത്തോളം നബിക്ക് അനുഭവപ്പെട്ടത് മറ്റാർക്കും കണ്ടിട്ടില്ല. അപ്പൊ ചലഞ്ച് ചെയ്യുന്നുണ്ട്, ഈ മലക്കിനൊന്ന് ഞങ്ങൾക്ക് കാണിച്ചതാ. അപ്പൊ ഇല്ല, അത് ഇറങ്ങാൻ സാധ്യമല്ലെന്ന് ഒരു ആയത്ത് പറയുന്നുണ്ട്. അപ്പൊ നബിക്ക് മാത്രം മനസ്സിനകത്ത് ഉദിച്ച ഒരു ആശയമാണത്. എന്നാൽ അതുപോലെ തന്നെ യേശുവിന്റെ സംഭവം എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ തെളിവിൽ ഒരു ഇസ്രായേലിന്റെ മധ്യത്തിൽ നടന്ന സംഭവങ്ങൾ പരമ്പരയായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അന്നത്തെ ആളുകൾ, ഇന്ന് ഗാന്ധിജി എന്തെങ്കിലും ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കോ? അപ്പൊ ഇതുപോലുള്ള വ്യത്യാസമുണ്ട്. എന്നാൽ ഖുറാനെ സംബന്ധിച്ചിടത്തോളം നബിക്ക് മനസ്സിന്റെ അകത്ത് തോന്നിയ, നബി തന്നെ കണ്ടിട്ടില്ലാത്ത, വേറൊരാള് പറഞ്ഞു കൊടുത്ത മലക്കിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഈ ഡിഫറൻസ് അവിടെ നിലനിൽക്കുന്നു. അപ്പൊ തന്നെ അതേ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇല്ല. ഒറിജിനൽ വെരിഫൈ ചെയ്യാനായിട്ട് ഒറിജിനൽ ഇല്ലാത്ത, നിങ്ങളിപ്പോ പറയുന്ന മുസ്തഫ ഏത് മുസ്തഫാണ്? ഉസ്മാന്റെ ഏടിലുള്ള ഖുർആനാണ് ഇന്ന് എല്ലാവർക്കും മനപ്പാടം അറിയാവുന്നത്. പക്ഷേ ഒറിജിനൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് യാതൊരു മാർഗവുമില്ല. ഇവിടെയാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഹിസ്റ്ററി ചരിത്രത്തിൽ ഇപ്പൊ ചെന്നിട്ട് പുറകോട്ട് ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ പരിശോധിക്കുന്നത് ഹിസ്റ്ററി ഉണ്ടോ, ഡോക്യുമെന്റ് ഉണ്ടോ എന്നുള്ളത് ഞാനിപ്പോ പരിശോധിക്കുകയാണ്. ഇപ്പൊ അക്ബർ സാഹിബ് ഓരോ സാധനങ്ങൾ പരിശോധിച്ചിരിക്കുന്ന അതേ വ്യവസ്ഥയിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് പുറകോട്ട് ചെന്നിട്ട് പരിശോധിക്കുക. അപ്പൊ എനിക്ക് പരിശോധിക്കാനുള്ള ആകെ മാർഗം എന്ന് പറയുന്നത് ഈ 240 വർഷത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ നബിയെക്കുറിച്ച് ഇബ്നു ഇഷാഖ് എഴുതിയിരിക്കുന്ന 100 AD 100 വർഷത്തിന് ശേഷമുള്ള ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെയാണ് ഈ വ്യത്യാസം. എന്നാൽ ബൈബിൾ സംഭവങ്ങൾ മൊത്തം നടന്നത് അന്നത്തെ കാലം തൊട്ട് വെരിഫൈ ചെയ്തു തന്നിരിക്കുന്നു. ഈ വ്യത്യാസത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഒന്നാമത്തേത് മുഹമ്മദ് നബിയുടെ വെളിപാടിന്റെ സത്യതയുമായി ബന്ധപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്, വിഷയം മാറിപ്പോയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപാടിന്റെ സത്യത തീർച്ചയായും ഒരു വൈയക്തികമായ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അവിടെ പഴയ നിയമം പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, വെളിപാടുകൾ പല തലങ്ങളിലുമുണ്ട്. വൈയക്തികമായ വെളിപാടുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ മോശെ പ്രവാചകൻ മലയിലേക്ക് പോണതാ കണ്ടിട്ടുള്ളൂ ആളുകൾ, ഇത് കൊടുക്കണല്ല കണ്ടത്. പിന്നെ ഈ വെളിപാടായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ലഭിക്കപ്പെട്ട ഏടുകളുമായിട്ടാണ് വരുന്നത്. മലയിലേക്ക് പോയതേ കണ്ടവർത്തോട്ടുള്ളൂ. ഇതേപോലെ തന്നെ പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ വെളിപാടിനെ കുറിച്ച് പറയുന്നു, പ്രവചനങ്ങളെക്കുറിച്ച് പറയുന്നു. ആ പ്രവചനങ്ങളെക്കുറിച്ച് പറയുന്ന 18-ാം അധ്യായത്തിലെ ആവർത്തന പുസ്തകം 18 മുതൽക്കുള്ള വചനങ്ങളിൽ അവിടെയും നമ്മൾ കാണുക, ഒരു പ്രവാചകന്റെ സംസാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വെളിപാടിനെ, ആ പ്രവചനത്തെ കണക്കാക്കാൻ വേണ്ടി. അതെന്താ? പ്രവാചകൻ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് ശരിയാകാതിരുന്നാൽ, അപ്പൊ ദൈവം തമ്പുരാൻ പ്രവാചകന് കൊടുത്ത വെളിപാട് ഒരുപാട് ആളുകൾ കാണണം എന്നല്ല. ആ സംസാരം പരിശോധിച്ചിട്ടാണ് ശരിയും തെറ്റും പരിശോധിക്കേണ്ടത്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, പരിശുദ്ധ ഖുർആനെ പരിശോധിക്കാൻ വേണ്ടി 14 മാനദണ്ഡങ്ങൾ പറഞ്ഞത്. പിന്നീക്ക് പരിശോധിച്ചു നോക്കാവുന്നതാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവും പരിശുദ്ധ ഖുർആനിന്റെ
ഉള്ളടക്കവും പരിശോധിച്ചുകൊണ്ടാണ് അതിന്റെ ദൈവികതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ പ്രവാചകനുണ്ടായ അനുഭവങ്ങൾ ആരെങ്കിലും കണ്ടതിന്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെ ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രത്തെക്കുറിച്ച് ബഹുമാന്യനായ ഫിന്നിക്ക് എന്തോ അബദ്ധധാരണയുണ്ട് എന്ന് തോന്നുന്നു. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ സനദിന്റെ അഥവാ ഈ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ ഒരു ചരിത്ര രൂപത്തിൽ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. ചരിത്ര രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിനൊരു രീതിശാസ്ത്രം ഉണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നിലപാടുകൾ, ജീവിതത്തിന്റെ ഓരോ രംഗത്തുമുള്ള കാര്യം, നിങ്ങൾ ഹദീസുകൾ പരിശോധിച്ച അവിടെ വലിയ വോളിയംസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെങ്ങനെയാണ്? ഹദീസുകളുടെ തുടക്കത്തിൽ 2 ഭാഗമാണ് ഹദീസിന്. ഒന്ന് പറയും സനദ്, മറ്റൊന്ന് പറയും മത്തിന്. മത്തിനാണ് ഹദീസിന്റെ ഭാഗം. സനദ് ഹദീസിന്റെ റാവിമാരാണ്, ആ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എ പ്രവാചകനിൽ നിന്ന് കേട്ടു, എയിൽ നിന്ന് ബി കേട്ടു, ബിയിൽ നിന്ന് സി കേട്ടു, സിയിൽ നിന്ന് ഡി കേട്ടു, ഡിയിൽ നിന്ന് ഇ കേട്ടു, ഇ രേഖപ്പെടുത്തി. ഇതിൽ എയും ബി സി ഡി തുടങ്ങിയ ആളുകളുടെ ജീവചരിത്രമുണ്ട്. വലിയൊരു സയൻസാണ് അത് ഇസ്ലാമിക ശാസ്ത്രത്തിൽ. ഈ ഓരോരുത്തരുടെയും ജീവചരിത്രത്തിൽ ഇത് കൃത്യമായി പരിശോധിക്കാൻ അവർ കളവ് പറയാൻ വല്ല സാധ്യതയുമുണ്ടോ? ആരെങ്കിലും കളവ് പറയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കപ്പെടാത്ത രൂപത്തിൽ മാറ്റി നിർത്തുന്നു. ഇത്രത്തോളം അഗ്നിശുദ്ധി വരുത്തിയ ഒരു സ്രോതസ് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമുക്ക് എവിടുന്ന് കിട്ടും? യേശുക്രിസ്തുവിന്റെ വിഷയം കഴിഞ്ഞുപോയി. ഞാൻ പിന്നെയും അയിമ കെട്ടിത്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും. കാരണം ക്രൂശീകരണം പിന്നെയും നമ്മൾ അയിമക്ക് എന്തിനാ പിന്നെ പോണേ? നമ്മൾ രാവിലെ നിർത്തിയതല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിന്റെ ദൈവീകത ഒരുപാട് ആളിങ്ങനെ കണ്ടു നിൽക്കെ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ വഹി വന്നാലാ സ്വീകരിക്കുള്ളൂ എന്നാണ് പിന്നെ പറയുന്നത്. ഇനി അങ്ങനെ വന്നാ സ്വീകരിക്കുവോ? അങ്ങനെ വന്നത് സ്വീകരിക്കുവോ? അങ്ങനെ വന്നാൽ സ്വീകരിക്കുമോ? വന്നത് സ്വീകരിക്കുമോ? ഇപ്പൊ യേശുക്രിസ്തു പഠിപ്പിച്ച ആശയങ്ങൾ അത് ജനം സ്വീകരിച്ചുവോ? യേശുവിനെ അനുഭവിച്ച ആളുകൾ, അത്ഭുതങ്ങൾ കണ്ട ആളുകളാ. യേശു ചെയ്ത അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ കണ്ട ആളുകളാണ്. പക്ഷെ സ്വീകരിച്ചോ? യഹൂദന്മാർ തള്ളിപ്പറഞ്ഞില്ലേ? ഇതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ സത്യതയെ ഒരുപാട് ആളുകൾ കണ്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെയും അതേപോലെ തന്നെ അത് സംപ്രേഷണം ചെയ്ത രീതിയുടെയും ഒപ്പം തന്നെ ഖുർആന്റെ ഉള്ളടക്കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അതിന്റെ ദൈവികതയെ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത് ജെയിംസ് വർഗീസ് സാറിനോടാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഇടയിൽ എന്റെ പേര് ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ താരിഖിന് അറിയായിരിക്കും എത്രത്തോളം അറകൾ, ഇരുട്ടറകൾ യൂട്രസിന് ഉണ്ടാകുമെന്ന്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ജെന്യുവൻ ആയിട്ടൊരു സംശയം ചോദിച്ചു പോട്ടെ. വളരെയധികം കഷ്ടപ്പെട്ട് PDC കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, സുവോളജി പ്രൊഫസറായതിനു ശേഷം IAS എഴുതി എല്ലാം രേഖപ്പെടുത്തി അറിവിന്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരാള് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വേദഗ്രന്ഥം കാരണമാണോ ഇത്രയും അധപ്പതിച്ചു പോകുന്നതെന്ന് എനിക്ക് പലവട്ടം തോന്നിപ്പോറുണ്ട്. കാരണം അദ്ദേഹം പലപ്പോഴും പറയുന്നത് അതിവൈകാരികതയുടെ ഒരു മൂടുപണം ഇട്ടുകൊണ്ടും ഒരു ക്രൈസ്തവ ഭക്തൻ എന്നല്ലാതെ ഒരു സാധാരണ ഒരു മര്യാദയുള്ള ഒരാൾക്ക് പോലും പറയാൻ പറ്റാത്ത ആവേശം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് അക്ബർ സാഹിബിൽ നിന്നോ മറ്റൊരു പ്രഭാഷകനിൽ നിന്നോ കാണാത്തൊരു ഫീലിംഗ് ആണ് കണ്ടത്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്, എന്നെ വിഷയമായിട്ട് ബന്ധമില്ല. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞു, അക്ബർ സാഹിബ് പറഞ്ഞു, ഖുറാനിൽ നിന്ന് സൈറ്റ് ചെയ്ത് പറഞ്ഞു, ഉദരത്തിന്റെ അകത്ത് 3 ഇരുട്ടറകളുണ്ടെന്ന്. ആ 3 ഇരുട്ടറകൾ ഏതൊക്കെയാണെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടായി. പക്ഷെ അവിടെ അദ്ദേഹം ഖണ്ഡിച്ച് എന്റെ പേരിന്റെ സഹായത്തോടെ അദ്ദേഹം പറയുണ്ടായി, അതിൽ എൻഡോമെട്രിയും ഉണ്ട്, മയോമെട്രിയും ഉണ്ട്, സീറോസയുണ്ട്, അതും കൂടെ കൂടി കോറിയോണും കൂടെ കൂടി 6 എണ്ണം ഉണ്ടാവുന്നു. എനിക്കിവിടെ മനസ്സിലാവാത്ത ഒരു ചെറിയ കാര്യമാണ്. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന് ഒരു മതിലുണ്ട്, ആ മതിലും അപ്പുറത്തെ മുറിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, എത്ര അറകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് പറയും അറിയില്ല, ആ മതിൽ കഴിഞ്ഞപ്പുറം. ഞാൻ പറയും അല്ല, അതിന്റെ ഇടയിൽ സിമെന്റിന്റെ ഒരു വരിയുണ്ട്, അതിന്റെ ഇടയിൽ ബ്രിക്സിന്റെ ഒരു വരിയുണ്ട്, അതിന്റെ ഇടയിൽ ചാന്ത് പൂശിയിട്ടുണ്ടെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? ഇവിടെ അറകളെ സംബന്ധിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഹിസ്റ്റക്ടമി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂട്രസ് തുറക്കുന്ന ഒരു ഓപ്പറേഷനാണ്, സിസേറിയൻ സാധാരണ നടന്നു വരുന്ന ഒരു ഓപ്പറേഷനാണ്. ആ ഒരു ഓപ്പറേഷനിൽ ആദ്യമായി തുറക്കപ്പെടുന്ന ലെയർ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ ചെല്ലുന്നത് പെരിട്ടോണിയൽ ക്യാവിറ്റി. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പെരിട്ടോണിയൽ ക്യാവിറ്റി തുറന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന യൂട്രസിനെ നമ്മൾ അവിടെ ദൃശ്യമാവുന്നു. നൗ യു എൻ്റർ ദി യൂട്രസ്. അവിടെ യൂട്രസിന്റെ പുറത്തുള്ള വിസറൽ പെരിട്ടോണിയത്തിന് ഒരു ചെറിയൊരു നിക്കിട്ട് യൂട്രസിന്റെ വോൾ അവിടെ തുറക്കുന്നു.
അത് കഴിയുമ്പോൾ പിന്നെയും ഒരു അറയാണ് അവിടെ കാണുന്നത്, അമ്നിയോട്ടിക് ക്യാവിറ്റി, അമ്നിയോന്റെ കവറോടെ നിൽക്കുന്ന അമ്നിയോട്ടിക് ക്യാവിറ്റി. അദ്ദേഹം പറഞ്ഞു കോറിയോൺ. കോറിയോൺ എന്ന് പറയുന്നത് ഒരു പ്ലാസന്റെ ചാപിള്ളയുടെ മറുപിള്ളയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ പറയുന്നത് കോറിയോൺ എന്ന് പറയുന്നത്. ആ അമ്നിയോട്ടിക് ക്യാവിറ്റിയും കൂടെ തുറന്നു കഴിയുമ്പോൾ മാത്രമേ കുട്ടിയെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വ്യക്തമായി 3 അറകൾക്കുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, അദ്ദേഹം പറയുന്നത് പോലെ സംഭവിക്കാം. എപ്പോൾ എൻഡോമെട്രിയത്തിന്റെയും മയോമെട്രിയത്തിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവാം. ഒതുമില്ല, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂട്രസ് ഹിസ്റ്ററക്ടമി ചെയ്ത് കളയേണ്ടി വരും. കോവിലർ യൂട്രസ് എന്നാണ് പറയുന്നത്. രക്തഭാഗത്ത് കയറി പത്തോളജിക്കലായി. അപ്പോൾ തീർച്ചയായും അവിടെ 3 അറകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ എന്തൊക്കെ കേസ് കൊണ്ട് പറഞ്ഞ് ശ്രമിച്ചാലും അതല്ലാതാവാൻ പോകുന്നില്ല. എന്റെ വിനീതമായ ഒരു വിവരത്തിന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഒരു സംവാദത്തില് ചോദ്യത്തിന്റെ കൂടെ ഇങ്ങനെ പേഴ്സണൽ അറ്റാക്ക് നടത്തുന്ന അതും ഒരു മാന്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം മോഡറേറ്റർക്ക് എന്ത് തോന്നിക്കാണോന്ന് എനിക്ക് അറിയത്തില്ല. അതൊരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഇതാണ്, ഒരാളെ ഒന്ന് ഇടിച്ചു താഴ്ത്തി കാണിക്കാനുള്ള. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്ത്യാനികൾ എത്ര ഇതിൽ ചെയ്തിട്ട് ഖുറാൻ തെറ്റാണെന്ന് പ്രസംഗിച്ചു? ഖുറാനിലെ ബൈബിളിലെ തെറ്റ് കാണിച്ചുകൊണ്ട് കാണിക്കുന്നതാണോ നിങ്ങളുടെ മിഷൻ? നിങ്ങളല്ലേ മോശം കാണിച്ചേ? അതല്ലേ മോശം? ഒരു മതത്തിലുള്ള വേറൊരു മതത്തിൽ കയറി ആക്രമിച്ച് കയറി ഇങ്ങനെ ആക്രമണം കാണിക്കുന്നത് എന്താ? ഹിന്ദുയിസത്തെ കുറിച്ച് ഇങ്ങനെ ചെയ്യുന്നില്ലേ? വ്യക്തിപരമായിട്ടുള്ള ഒരു റെഫറൻസ് വന്നുകൊണ്ടാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള വ്യാജേന വന്ന പേഴ്സണൽ അറ്റാക്ക് ശരിയല്ല. വ്യാജമായ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ല, മോശമായിട്ടുള്ള ഒരു കമന്റ് പാസ്സാക്കിയത് ഏതായാലും ശരിയല്ല. എന്നാൽ ഞാനിവിടെ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. സത്യം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതിനുള്ള എല്ലാ റെഫറൻസുകളും, സുറയുടെ തെളിവുകളും ബുക്കാരിയിൽ നിന്നുള്ള തെളിവുകളും എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ താങ്കൾക്ക് തോന്നിയെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ദുഃഖമുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേയില്ല. ഇനിയും അക്ബർ സാഹിബ് അറയെക്കുറിച്ചല്ല പറഞ്ഞേ, ഭിത്തികളെ കുറിച്ചാണ് പറഞ്ഞു. അതെ, ലെയർ എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി അല്ല. എന്നാ നമുക്ക് മോഡറേറ്റർക്ക് വിടാം. ലെയറും ക്യാവിറ്റിയും ഒന്നാണോ? ലേയേഴ്സ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആ ലെയറും ക്യാവിറ്റിയും കൂടെ ഉൾപ്പെട്ട് തന്നെയാണ്. അല്ല ആണ്, തീർച്ചയായും. ലേയേഴ്സ് എന്നല്ല പറഞ്ഞേ, ക്യാവിറ്റി എന്നല്ല പറഞ്ഞേ, ലേയേഴ്സ് എന്നാ പറഞ്ഞേ. മാത്രമല്ല, ഈ ക്യാവിറ്റിയിലുള്ള ഫ്ലൂയിഡാ, ഞാനും ബയോളജി പഠിച്ച ആളാണ്, താങ്കൾ എന്നെക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഇതിലുള്ള ഫ്ലൂയിഡ് ട്രാൻസ്പെറന്റുമാ. അപ്പൊ അതിനകത്ത് ക്യാവിറ്റി അല്ല പ്രധാനം, ലെയറാ പ്രധാനം. ഇവിടെ ഇരുട്ടുണ്ടാക്കുന്നത് ഈ ഭിത്തിക്കും അടുത്ത ഭിത്തിക്കും ഇടയ്ക്കുള്ള ക്യാവിറ്റി അല്ല, ഭിത്തിയാ. അദ്ദേഹം ഭിത്തിയെ കുറിച്ചാ പറഞ്ഞു, ലെയറിനെ കുറിച്ചാ പറഞ്ഞു. അപ്പൊ ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചു കാണില്ല, അദ്ദേഹം അങ്ങനെയാ പറഞ്ഞു. അതെ, ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ലേയേഴ്സ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും ഡാർക്ക്നെസ് സാങ്കേതികമായി തന്നെ അത് ക്യാവിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അതായത് ഈ വീടിനും അല്ലാതെ താങ്കൾ പറഞ്ഞ പോലെ അത് ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങൾ അച്ചടിച്ചു. അങ്ങനെ പറയാതെ താരിഫ് അങ്ങനെ അറ്റാക്കിങ് ആകാതെ, നമ്മളൊക്കെ സുഹൃത്തുക്കളല്ലേ. അതായത് ഈ 2 കെട്ടിടങ്ങള്, ഈ കെട്ടിടത്തിൽ ഇവിടെ ലൈറ്റ് ഒന്നുമില്ല, രാത്രിയാണല്ലേ, ലൈറ്റ് ഇല്ല. ഈ കെട്ടിടത്തിൽ ഇരുട്ട് കൊണ്ടുവരുന്ന അറയാണോ അതോ ഭിത്തിയാണോ, ലെയറാണോ? ഭിത്തി മൂലം ഉണ്ടാവുന്ന ഷാഡോയിൽ ഉണ്ടാവുന്ന അറയാണ്. ലെയർ തന്നെയാ ഉണ്ടാക്കുന്നേ. വീടിനടുത്ത് ചോദിക്കട്ടെ, പുറത്തുള്ള ലെയർ കാരണം അകത്തെങ്ങനെ കുഴപ്പമുണ്ടാവും? ഞാൻ പറയട്ടെ, യൂട്രൈൻ ക്യാവിറ്റി എന്ന് പറയുന്ന മൊത്തമായിട്ട് എടുക്കുന്ന യൂട്രൈൻ വാളാണ്. വിശദീകരിക്കാൻ എനിക്ക് ഇഷ്ടമേ ഉള്ള വിഷയമല്ല. അതെന്താ താങ്കൾ അതിനോട് വിരോധമുണ്ടോ? അതില്ലാതുള്ള പരിപാടി മോശം. എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ഓണല്ലേ? നേരത്തെ അക്ബർ സാഹിബ് പറഞ്ഞ ആ സൂര്യാസ്തമയത്തെ സംബന്ധിച്ചിട്ടുള്ള ചില സംശയമാണ്. സൂറ 18 83 മുതൽ 86 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. ഇത് തർജുമാനുൽ ഖുർആനാണ്. ദുൽഖർനൈനിയെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കും. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വിവരം പറഞ്ഞു തരാമെന്ന് നീ പറയുക. ഞാൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടാണ്. നിശ്ചയമായും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വാധീനം നൽകി, സർവ്വ വിഷയങ്ങൾക്കുമുള്ള മാർഗം അദ്ദേഹത്തിന് നാം സൗകര്യമാക്കി കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഒരു വഴിക്ക് സഞ്ചരിച്ചു. അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമന സ്ഥലത്ത് എത്തിയപ്പോൾ ചെളി കെട്ടിയ ഒരു വെള്ളത്തിൽ അത് അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു. വെള്ളത്തിനടുത്ത് ഒരു കൂട്ടം ജനങ്ങളെയും അദ്ദേഹം കണ്ടു. നാം പറഞ്ഞു, ഇവിടെ നാം എന്ന് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടാണ്, ദുൽഖർനൈൻ, ഒന്നുകിൽ ഇവരെ നീ ശിക്ഷിക്കണം, അല്ലെങ്കിൽ ഇവരിൽ നന്മയുണ്ടാക്കാൻ ശ്രമിക്കണം. ഇവിടെ സൂര്യാസ്തമന സ്ഥലത്ത് എത്തിയപ്പോൾ ചെളികെട്ടിയ വെള്ളത്തിൽ ഈ സൂര്യൻ അസ്തമിക്കുന്നത്
ഈ ദുൽഖർനൈൻ കണ്ടു എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ അള്ളാഹു അവിടെ പ്രസന്റ് ആണ്, അദ്ദേഹം അവിടെ ഉണ്ട്, നാം അവനോട് പറഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. ഇത് വ്യക്തമായ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ അക്ബർ സാഹിബ് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണെന്ന് എനിക്ക് ഇത്ര നേരത്തെ കൊണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ സംവാദം കേൾക്കുന്നത്, ഇത്ര നേരത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അങ്ങനെ കേവലം ബുദ്ധി കൊണ്ടുള്ള ഒരു മറുപടിയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമായ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ചെളി കെട്ടിയ ഒരു വെള്ളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് കാണേണ്ട ഗതികേട് അള്ളാഹുവിന് വന്നു എന്ന് വ്യക്തമായ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ അവിടെ ഇതുണ്ട്, ഹദീസുകളുണ്ട്, പറഞ്ഞാൽ മതി, എടുത്തു ഞങ്ങളുടെ ഉള്ളതാണല്ലോ, ഞങ്ങൾ പിന്നെ നോക്കിക്കോളാം. ഹദീസുകളുടെയോ അല്ലെങ്കിൽ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊന്ന് വിശദീകരിച്ചു തരാൻ ഞാൻ അപേക്ഷിക്കുന്നു. സുഹൃത്ത് വീണ്ടും സൂര്യാസ്തമയത്തിൽ കെട്ടിക്കിടക്കുകയാണ്. ആയത്തുകൾ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ സുഹൃത്തെ? അള്ളാഹ് കണ്ടു എന്നതിലൊടില്ല. ദുൽഖർനൈൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ പടച്ച തമ്പുരാന്റെ ബോധനമുണ്ടായതാണ്. ദുൽഖർനൈനിന് പടച്ചവന്റെ ബോധനമുണ്ടായതാണ് ആ സ്ഥലത്തെത്തിയ സമയത്ത്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൂര്യാസ്തമയം കണ്ടു എന്നൊരു വചനം ഇവിടെ ഇല്ല. എത്ര തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമയ സ്ഥലത്തെത്തിയപ്പോൾ അത് ചെള്ളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു. ആര്? ദുൽഖർനൈൻ കണ്ടു. അതിന് വേറെ വിശദീകരണത്തിന്റെ ഒന്നും കാര്യമില്ല. അതിന്റെ അടുത്തൊരു ജനവിഭാഗത്തെയും അദ്ദേഹം കണ്ടെത്തി. നാം പറഞ്ഞു, ദുൽഖർനൈൻ, ഒന്നുകിൽ നിനക്ക് ഇവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ നിനക്ക് അവരിൽ നന്മയുണ്ടാക്കുക. ഇത് പടച്ചതമ്പുരാന്റെ ബോധനം. ഈ സമയത്തുള്ള പടച്ചതമ്പുരാന്റെ ബോധനം. പടച്ചവൻ ഇങ്ങനെ ദുൽഖർനൈന്റെ കയ്യും പിടിച്ച് നടക്കുകയും ആ ദുൽഖർനൈൻ പരിശുദ്ധ പിന്നെ ദുൽഖർനൈന് അവിടുന്ന് പിന്നെ അയാളൊന്ന് കേൾക്കാൻ സമ്മതിക്ക്, കേട്ടിട്ട് പറഞ്ഞു. ഈ ദുൽഖർനൈന് അവിടെ വെച്ച് ഇത് കാണുകയും ഈ സൂര്യൻ ഇതിൽ അസ്തമിച്ചു പോകുന്നത് കാണുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞു കുളത്തിലും വെള്ളത്തിലും പ്രശ്നം. ഇവിടെ ഖുർആനിൽ ഒരു ജലാശയം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ജലാശയം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് സമുദ്രമാകാം, ചെളി കലങ്ങിയ ഒരു ജലാശയം എന്നേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ആ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതായി, ജലാശയിൽ അസ്തമിക്കുന്നതായി കണ്ടു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ. വ്യാഖ്യാതാക്കൾ പലതും പറഞ്ഞിരിക്കാം. അവരുടെ വിവരവും വിവരക്കേടും സ്വാഭാവികമായിട്ടും വ്യാഖ്യാനങ്ങളിൽ സ്വാധീനിക്കാം. പരിശുദ്ധ ഖുർആൻ അല്ല, ഈ വിഷയം അങ്ങനെ ഫുള്ളായിട്ട് വായിച്ചു പോയാൽ കൂടുതൽ പ്രയാസമാകുള്ളൂ. അപ്പോ വിഷയം എന്താന്ന് വെച്ചാൽ, സൂര്യാസ്തമയം കണ്ടതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഡിബേറ്റ് ഇന്ന് മഗ്‌രിബിന് മുമ്പ് അവസാനിക്കുകയാണെങ്കിൽ എനിക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കുമെല്ലാം ഈ തിരുവനന്തപുരം ബീച്ചിൽ പോയി സൂര്യാസ്തമയം കാണാം. സൂര്യാസ്തമയം നമുക്ക് കാണാം, സമുദ്രത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് ശരിക്ക് കാണാം. ആ കാഴ്ചയാണ് ഇവിടെ പറയുന്നത്, മനസ്സിലാക്കുക. എന്റെ പേര് റഷീദ്. ഇവിടെ ഞാൻ ബഹുമാന്യനായ ജെയിംസ് വർഗീസ് സാറിന്റെ ഒരു പ്രഭാഷണം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ദൈവികതയെ തകർക്കാൻ വേണ്ടി, ഖുർആൻ ദൈവികമല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനങ്ങളുടെ ഒരു മാല തന്നെ അദ്ദേഹം കോർത്തിണക്കിയതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദുർവ്യാഖ്യാനങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അക്ബർ സാഹിബ് സംസാരിച്ചുവെങ്കിലും വീണ്ടും അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ഒരു വിഷയം മാത്രം ഞാൻ പറയുകയാണ്. പെൺകുട്ടി ഉണ്ടായാൽ മാനക്കേടാണെന്ന് ഖുർആൻ വിശ്വസിക്കുന്ന ഖുർആനിന്റെ അനുയായികൾ കരുതിയിരുന്നു എന്ന് ഖുർആനിലുണ്ട് എന്ന് ബഹുമാന്യനായ സാർ പറയുകയുണ്ടായി. ദയവ് ചെയ്ത് ആ ഖുർആനിന്റെ പരിഭാഷ കയ്യിലുണ്ട് എങ്കിൽ ആ പരിഭാഷ ഒന്ന് വായിച്ച് ഞങ്ങളെ അതൊന്ന് കേൾപ്പിക്കണമെന്ന് വളരെ മാന്യമായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ സാറ് വീണ്ടും അതിനെന്ത് ചെയ്യാണ്, അതിനെ എതിർക്കുകയാണ് ചെയ്തത്. സാറിന്റെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിച്ചത്. സാർ ദയവ് ചെയ്ത് സാർ അതൊന്ന് വായിച്ചാൽ. നിങ്ങൾ പറയുന്നതല്ല ഇങ്ങനെ മൂക്കിട്ട് ആ എഴുതാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഉണ്ടെങ്കിൽ പറ.
ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനായ സുഹൃത്ത് എന്നോട് വായിക്കാൻ പറഞ്ഞതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം വായിച്ചാൽ അത് പ്രതിഫലാർഹമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വായിക്കുകയാണ്. അവരിൽ ഒരാൾക്കൊരു പെൺകുഞ്ഞുണ്ടായ സന്തോഷവാർത്ത നൽകപ്പെട്ടാൽ കോപാകുലനായിട്ട് അവന്റെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. അതിനു മുൻപ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അള്ളാഹുവിന് അവർ പെൺമക്കളെ സ്ഥാപിക്കുന്നു, അവൻ എത്രയോ പരിശുദ്ധൻ, അവർക്കാകട്ടെ അവർ ഇഷ്ടപ്പെടുന്നതും ആൺമക്കൾ. ഇതാരെക്കുറിച്ചാണ് പറയുന്നത് വളരെ വ്യക്തമായി ആ ആയത്തിൽ നിന്നും വ്യക്തമാണ്. മക്കയിലെ മുശ്രിക്കുകൾ പടച്ച തമ്പുരാന് പെൺമക്കളെ സ്ഥാപിക്കുന്ന ആളുകളായിരുന്നു. അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനത്താൽ ആളുകളിൽ നിന്ന് അവൻ ഒളിച്ചു കളയുന്നു. അപമാനത്തോടെ അതിനെ വെച്ചുകൊണ്ടിരിക്കണമോ അതല്ല അതിനെ മണ്ണിൽ കുഴിച്ചിടണമോ എന്നായിരിക്കും അവന്റെ ചിന്ത. ശ്രദ്ധിക്കുക, അവനെടുക്കുന്ന തീരുമാനം എത്ര മോശം. ഇതിൽ നിന്ന് ആർക്കാണ് അക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് പെൺകുഞ്ഞ് അപമാനമായിരുന്നു എന്നോ ഖുർആൻ പെൺകുഞ്ഞിനെ അപമാനമായി കാണുന്നു എന്നോ മനസ്സിലാവുക എന്ന് എനിക്കറിയില്ല. ഞാൻ അത് വിശദീകരിക്കുന്നില്ല, എന്നോടല്ലല്ലോ ചോദ്യം. വളരെ വളരെ വ്യക്തമായി ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായി വിശദീകരണം വേണം. അല്ല, അതിന്റെ അർത്ഥം തന്നെ ഒന്ന് വായിച്ചു നിങ്ങൾ ഉത്തരം പറയാനാണ്, പിന്നെ ഞാൻ വേണ്ടല്ലോ. അതിന്റെ അവിടെ പറഞ്ഞേക്കുന്നത് അവിടെയുള്ളവർ അങ്ങനെ പറയുന്നു എന്ന് തന്നെയാണ്. മുഹമ്മദ് നബിയുടെ ആൾക്കാർ അങ്ങനെ പറയുന്നു തന്നെയാണ്. ഇനിയും അത് പറയുന്നത് ഞാനാണ് ഇപ്പൊ വായിച്ചത്. ഞാൻ അതിന്റെ നേരെ മുമ്പത്തെ ആയത്ത് വായിച്ചു. ആ ആയത്തിൽ പറയുന്നു, പെൺകുട്ടികൾ, അള്ളാഹുവിന് പെൺകുട്ടികളെ കൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ. കൃത്യമായിട്ട് വായിക്കുക. യൂസുഫ് അലിയുടെ ട്രാൻസ്ലേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വായിക്കല, മറിച്ച് പെൺകുട്ടികളെ റസൂലുള്ളാഹി പടച്ച തമ്പുരാന്റെ പെൺകുട്ടികളെ കൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ. മുസ്ലിങ്ങൾ ഒരു കാലഘട്ടത്തിലും പെൺകുട്ടികളെ പടച്ച തമ്പുരാന്റെ പെൺകുട്ടികളാണ് മലക്കുകൾ എന്നുള്ള വിശ്വാസം ഉണ്ടായിട്ടില്ല. ആ മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. അതാണ് പ്രശ്നവും, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഉത്തരം തന്നെ പറയാം. അതായത് അന്നത്തെ അവിടുത്തെ ദേവതയുടെ 3 മക്കൾ, അവിടുത്തെ പാഗൻ ഗോഡിന്റെ 3 മക്കള് പെൺമക്കൾ അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തെ ആരോപണം. ആ പെൺമക്കൾ ഉണ്ടാക്കുന്ന വേറെയും സുറയുണ്ട്, ഞാൻ വേണേൽ വായിച്ചു കേൾപ്പിക്കാം. പക്ഷേ എനിക്കിത് അങ്ങോട്ട് പ്രൊലോങ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, നമുക്ക് വേറെയും പണിയൊക്കെ ഉണ്ടല്ലോ. അപ്പോഴ് അദ്ദേഹത്തിന്റെ കേട്ടോളൂ, അദ്ദേഹത്തിന്റെ പരാതി, നിങ്ങള് അള്ളാഹുവിന് പെൺമക്കളെ 3 പേരെ പറഞ്ഞു കൊടുക്കുകയാണോ? അള്ളാഹു അത്ര കുറഞ്ഞവനാണോ? ഉണ്ട്, എടുത്തുതരാം, ഉണ്ട്, ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, സ്ത്രീകളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അവർക്ക് സന്തോഷമായിരിക്കും എന്നവിടെ. അത് വേറെ ചോദ്യമാണ്. ഡിബേറ്റ് ഒരിക്കലും നമ്മൾ സ്റ്റേജ് തമ്മിലാകാതിരിക്കുന്നതാണ് ഭംഗി. പക്ഷേ ഈ രൂപത്തിൽ ഇടപെട്ടതുകൊണ്ട്, എന്നോട് വായിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. കാരണം എന്നോട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ആ ചോദ്യം വായിക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ മിഷണറിമാരുടെ സ്ഥിരം അടവുകളുടെ ഒരു വൃത്തികെട്ട ആവർത്തനം മാത്രമാണ് ഇവിടെ നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാനിവിടെ എടുത്തുദ്ധരിച്ചു, നിങ്ങളുടെ മുന്നിൽ ഞാൻ എടുത്തുദ്ധരിച്ചു. എന്താണ്? പല പുസ്തകങ്ങളും ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വചനങ്ങളെ വെട്ടിമാറ്റി മുറിച്ചു മാറ്റി അവതരിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു, എന്റെ ചോദ്യത്തിന് ആ വിഷയത്തിൽ എന്നോട് പറയാൻ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞു എന്താണ്, ഞങ്ങൾ ഒരിക്കലും ഇവിടെ ഖുർആനിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കാറില്ല. ഞാൻ പറയട്ടെ, കേരളത്തിൽ ആദ്യമായി പരിശുദ്ധ ഖുർആനിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പുസ്തകം ഇറക്കിയത് ക്രൈസ്തവ മിഷണറിമാരാകുന്നു. യുക്തിവാദികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ബുക്കിന്റെ അടുത്തുണ്ട്. ഇപ്പോഴും ഭൗതികവാദികളെ, വർഗീസ് സാറിന് അറിയുമെന്ന് എനിക്കറിയില്ല, ഭൗതികവാദികളെ, മുസ്ലിങ്ങളിൽപ്പെട്ട യുക്തിവാദികളെ പണം കൊടുത്ത് വിലക്ക് വാങ്ങി പരിശുദ്ധ ഖുർആന് പ്രവാചകനെതിരെ പുസ്തകം എഴുതിക്കുന്ന പണി ഇപ്പോഴും ഇവിടുത്തെ കേരളത്തിലെ മിഷണറിമാർക്കാകുന്നു. ഞാൻ എന്റെ അടുത്ത് തെളിവുകളുണ്ട്. ഞാനത് പറയുന്നത് വേറൊന്നുകൊണ്ടുമല്ല. ഇവിടെ ഈ സ്റ്റേജിൽ വെച്ച് 2 കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലിട്ടതിന് ശേഷം എടുക്കുകയാണ് ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു എന്നാണ്. ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത് നരകം കാണാതെ നിങ്ങളിൽ ഒരാളും സ്വർഗത്തിലേക്ക് പോകില്ല എന്നുള്ള ഖുർആനിലെ വചനമാണ്. തീർച്ചയായും നരകം കാണും ഓരോരുത്തരും, അതിനടക്കം നരകത്തിൽ അടുത്തെടുക്കുന്നല്ല. നരകം കാണുമ്പോഴാണ് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ബോധ്യപ്പെടുക. ഈ രൂപത്തിലാണ് മിഷണറിമാരുടെ ഡിസ്റ്റോർഷൻസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ഡിസ്റ്റോർഷൻ സന്ദർഭങ്ങൾ അടർത്തിയെടുക്കുകയും കാര്യങ്ങളെ തെറ്റായി ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. അത് ശരിയായ രീതിയിലായിരുന്നു നമ്മുടെ റൂള്. ഓക്കെ,
അതായത് ഇത് മിഷണറിമാരുടെ അടവാണോ അതോ ഭീകരവാദത്തിന്റെ വേറൊരു മുഖമാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലെ പിന്നെ വിളിച്ചു വരുത്തിയവരടുത്ത് വന്നേച്ച് മിഷണറിമാരുടെ കള്ളത്തരം കാണിക്കരുതെന്നൊക്കെ പറയുന്നത് ശരിയല്ല. അതെ, അതായത് ആരോ മിഷണറിമാർ എഴുതി ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്യാറില്ല, ഞാൻ ചെയ്യാറില്ല. ഞാൻ ഓരോ സദസ്സിലും ഖുർആനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ചെയ്യട്ടെന്നേ. മുമ്പേ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു ആരെങ്കിലും എവിടെയെങ്കിലും ഒരു മുസ്ലിം ചെയ്യുന്ന എല്ലാം ഇസ്ലാമിനെ പറയാൻ പറ്റുമായിരുന്നു. ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാൻ. നമുക്കിവിടെ ഈ ഗ്രന്ഥങ്ങളുടെ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ദൈവീകതയാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇനി 2 ചോദ്യങ്ങളും കൂടി അനുവദിക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് വൈൻഡപ്പ് ചെയ്യണം. 2 ചോദ്യങ്ങൾ കൂടി അനുവദിക്കുന്നുള്ളൂ. ഹലോ, അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇനി ചർച്ച തിരിച്ചുകൊടുക്കുന്നത് ശരിയല്ല. ഓക്കെ, അക്ബർ സാഹിബിന്റെ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിച്ചിട്ടുണ്ട്. എന്റെ പേര് സിജോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങൾ ഇവിടെ പ്രതികരിച്ചിട്ടില്ല. താങ്കൾ കേരളം മുഴുവൻ പല സ്ഥലങ്ങളിലും പന്തലുകൾ കെട്ടി ക്രിസ്തീയ വിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത്. ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ അങ്ങയുടെ ദൈവത്തെ തള്ളിക്കളയുന്ന കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ചോദ്യശകലങ്ങൾ ഞങ്ങൾക്കുണ്ട്. കേവലം ഒരു പെൺകുട്ടിയുടെ കാര്യമല്ല, 8 കണക്കിന് ചോദ്യങ്ങളും ഉത്തരം കിട്ടാത്ത, തരാൻ കഴിയാത്ത ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എങ്കിലും താങ്കളുടെ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ആദ്യം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും ആദ്യം എഴുതി തുടങ്ങുന്നത് മുതലാണ് വായിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ചോദ്യം ആരംഭിക്കുകയാണ്. ഒരു പാപിയായ ഒരു മനുഷ്യൻ ഒരുപാട് കുറ്റകൃത്യമൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കുറെ പുണ്യപ്രവൃത്തികൾ ചെയ്തു. ഇതുപോലെ ഖുർആൻ വായിക്കുന്നത് പോലും വലിയ പുണ്യമാണ്, പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കുറെ ഖുർആനൊക്കെ വായിച്ച് പുണ്യം ചെയ്ത ഒരു മകന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ പിതാവ് സ്വർഗത്തിലേക്ക് പ്രത്യേകമായിരിക്കുന്ന പാസ്പോർട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പിതാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, കുറച്ച് പുണ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിതാവിന്റെ പിതാവിനെയും കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ലേ? ഈ സംശയം എനിക്കുണ്ടായത് താങ്കൾ എഴുതിയ പുസ്തകത്തിന്റെ ആമുഖത്തിൽ താങ്കൾ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ്. പുസ്തകത്തിന്റെ മിക്ക പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ അല്ലാഹുവിനെ അറിയുക. ചോദ്യമാണ്, പുസ്തകത്തിൽ നിന്നുണ്ടായ ചോദ്യമാണ്. ഞാൻ പ്രത്യേകമായി പറയുന്നില്ല, അദ്ദേഹത്തിന് മനസ്സിലായി കാണും. നിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ എന്റെ ഒരു പ്രിയപ്പെട്ട വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കാണിക്കുകയും ചെയ്യണമേ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നീ സ്വർഗത്തിലാക്കുകയും ചെയ്യണമേ എന്ന് പല പുസ്തകങ്ങളുണ്ട്. വേറെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന് നീ സ്വർഗം നൽകുകയും ചെയ്യണമേ എന്നാണ്. അപ്പോൾ ഒരു വ്യക്തിയെ, മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ എനിക്കിവിടെ ഇരുന്ന് പുണ്യം ചെയ്തുകൊണ്ട് സ്വർഗത്തിലാക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം.